സ്വർണ്ണച്ചാമരം. സുധാകർ മംഗളോദയം. ഉദയപർവ്വതത്തിന് മേലെ ദൃശ്യമായ ചോരച്ചുവപ്പ് പെട്ടെന്ന് സ്വർണ്ണത്തുടിപ്പുമായി മാറി. ശ്രാവണപുരി ഉദയത്തെ സ്വീകരിക്കാൻ ഒരുങ്ങിത്തുടങ്ങി. സൂര്യക്ഷേത്രത്തിൻ്റെ ചുവരുകളിലെ ശില്പങ്ങളുടെ പഴുതുകളിലും കരിങ്കൽ പതിച്ച പ്രദക്ഷിണ വഴിയിലും കർപ്പൂര ദീപങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞു. തീരത്തെ മണലിലും ഉദയം കാണാനെത്തിയവരുടെ തിരക്ക് പ്രകടമായി. ഹോട്ടൽ ശ്രാവണഗിരിയുടെ ഏറ്റവും മുകൾ നിരയിലെ കോണിലുള്ള സ്യൂട്ടിൽ കിഴക്കോട്ട് തുറക്കുന്ന ജാലകത്തിനരികിലായിരുന്നു ദിലു എന്ന ദിലീപ് വർമ്മ. ഇന്ത്യയുടെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം നക്ഷത്ര ഹോട്ടൽ ശ്രേണികളുള്ള മോഹനവർമ്മയുടെ ഏക മകൻ. മകരത്തിൻ്റെ അള്ളിപ്പിടിക്കുന്ന കുളിര്. വിദേശി സെറ്ററിന് അതിനെ തടുക്കാൻ കഴിയുന്നില്ല. മുഖത്തേക്ക് ആരോ പനിനീർ തളിക്കുന്നത് പോലെ ദിലുവിന് തോന്നി. ശ്രാവണപുരിയിലെത്തുന്നത് ഇത് 3ാമത് തവണയാണെങ്കിലും ഉദയം കാണുന്നത് ആദ്യമായിരുന്നു. നിനക്ക് ആ സ്ഥലം ഇഷ്ടപ്പെടും, വിശേഷിച്ചും അവിടുത്തെ ഉദയാസ്തമയങ്ങൾ. ഇങ്ങോട്ട് നാട് കടത്തും മുമ്പ് അച്ഛൻ പറഞ്ഞത് ദിലു ഓർത്തു. സ്റ്റേറ്റ്സിൽ നിന്നും ബിസിനസ് മാനേജ്മെൻറ്റ് പകുതിയിൽ മുടക്കി തിരിച്ചെത്തിയതോടെ അച്ഛൻ കൽപ്പനയിട്ടു. ഏതായാലും നീ നിന്റെ പഠനം തുലച്ചു. ഇനി ബിസിനസ്സിൽ സഹായിച്ചുകൊണ്ട് എൻ്റെ ഒപ്പം കുടികൊണ്ടാൽ മതി. പക്ഷേ എനിക്ക് സംഗീതത്തിലാണ് താല്പര്യം. സ്റ്റേറ്റ്സിൽ വെച്ച് വെസ്റ്റേൺ മ്യൂസിക്കുമായി നല്ലൊരു ബന്ധം കിട്ടിയിരുന്നു. കർണാട്ടിക് ഞാൻ നേരത്തെ തന്നെ കുറച്ച് പരിശീലിച്ചതാണല്ലോ. പക്ഷേ ഇഷ്ടം ലൈൻ മ്യൂസിക്കിനോടാണ്. സ്വന്തം മ്യൂസിക് ട്രൂപ്പ് ഉണ്ടാക്കിയാലോ എന്നാണ് എൻ്റെ ആലോചന. എന്നിട്ട് ഏതെങ്കിലും പാട്ടുകാരിയെ കല്യാണം കഴിച്ച് മാറാപ്പും തുർക്കി നിനക്ക് നാട് ചുറ്റണം അല്ലേ? ദിലു നോക്ക്. അച്ഛൻ്റെ മുഖം ചുവന്നു തൊടുത്തു. കൈക്കുഞ്ഞായിരിക്കുമ്പോൾ നിൻ്റെ അമ്മ മരിച്ചതാണ്. എൻ്റെ നല്ല ചെറുപ്പത്തിൽ. പുനർവിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാതിരുന്നത് എൻ്റെ മുഴുവൻ ശ്രദ്ധയും നിന്നിൽ കേന്ദ്രീകരിക്കപ്പെട്ടു പോയതുകൊണ്ടാണ്. എനിക്ക് നിന്നെക്കുറിച്ച് ചില സങ്കല്പങ്ങളുണ്ട്. അച്ഛൻ്റെ സങ്കല്പങ്ങൾ എന്താണെന്ന് പറയൂ. നിനക്കറിയാമല്ലോ, ഞാനൊരു സെൽഫ് മെയ്ഡനാണ്. ഒന്ന് മില്ലായ്മയിൽ നിന്നും ഉയർന്നു വന്നവൻ. കോവിലകത്തെ അടുക്കളയിൽ മാറാലെ കെട്ടാൻ തുടങ്ങിയപ്പോഴാണ് രാജകുടുംബാംഗമായ ഞാൻ ഒരു ഹോട്ടൽ തൊഴിലാളിയായത്. ഇന്ന് ഇന്ത്യയിലെ 1ാം കിട ഹോട്ടലുകളിൽ ചിലതിൻ്റെ ഉടമയായി തീർന്നു ഞാൻ. ആഗ്രഹിച്ചതിലും അധികം പണം ഞാൻ നേടി. എനിക്കിപ്പോൾ പദവിക്കാണ് മോഹം. നിന്നെ IAS-ന് വിടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ബിസിനസ് മാനേജ്മെൻറ്റ് പോലും പൂർത്തിയാക്കാൻ നിനക്ക് കഴിഞ്ഞില്ല. സാരമില്ല, നീ എനിക്ക് നഷ്ടപ്പെടുത്തിയത് ഞാൻ വിലയ്ക്ക് വാങ്ങും. എനിക്ക് മനസ്സിലാകുന്നില്ല. ഇൻസ്പെക്ടർ ജനറൽ മഹേഷ് വർമ്മയുടെ മകൾ വന്ദനയ്ക്ക് ഈയിടെ IAS സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അവളെ ഞാൻ നിനക്ക് വേണ്ടി പ്രൊപ്പോസ് ചെയ്തിരിക്കുകയാണ്. മഹേഷ് വർമ്മയ്ക്ക് പൂർണ്ണ സമ്മതം. ഇത്ര പിടിയുന്ന? അതെ. നീ വല്ല പാട്ടുകാരിയിലും ഭ്രമിച്ചു പോയാൽ സ്ത്രീഹത്യ പാപം കൂടി ഞാൻ തലയിൽ പേറേണ്ടി വരില്ലേ? 1 വർഷമെങ്കിലും കഴിയാതെ എനിക്ക് വിവാഹം വേണ്ട. സമ്മതിച്ചു. മോതിരം മാറി നിശ്ചയിച്ചിടാം. വേണ്ട, എല്ലാ ചടങ്ങും 1 വർഷത്തിന് ശേഷം മതി. എങ്കിലൊരു കാര്യം, മ്യൂസിക് ട്രൂപ്പ് എന്ന കമ്പം പാടെ ഉപേക്ഷിച്ചേക്കണം. വരുന്ന പിറന്നാളിന് നിനക്ക് 23 തികയും. ഇനി മുതൽ ബിസിനസ് നോക്കി നടത്തേണ്ടത് നീയാണ്. വഴങ്ങുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും തന്നെ സൂര്യക്ഷേത്രത്തിൽ നിന്നും ശംഖനാദവും മണിയൊച്ചയും കേട്ടു തുടങ്ങി. കുന്നിന് മുകളിലെ സ്വർണ്ണത്തുടിപ്പിൻ്റെ സ്ഥാനത്ത് ഒരു കനകത്തളികയുടെ പകുതി പ്രത്യക്ഷമായിരിക്കുന്നു. മഫ്ലർ എടുത്ത് അണിഞ്ഞുകൊണ്ട് ദിലു മെല്ലെ സ്യൂട്ടിന് വെളിയിലിറങ്ങി. സൂര്യക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴിയിൽ ജനങ്ങൾ തിങ്ങി നിറയുകയാണ്. തട്ടങ്ങളിൽ കർപ്പൂരം ജ്വലിപ്പിച്ച് അവർ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഉച്ചഭാഷിണിയിലൂടെ സൂര്യമന്ത്രം ഉയരുന്നു. ദിലു പടവുകളിറങ്ങി പാറക്കൂട്ടങ്ങളുടെ അരികിലേക്കാണ് നടന്നത്. സൂര്യോദയമായെങ്കിലും വെളിച്ചം പരക്കുന്നതേയുള്ളൂ. മഞ്ഞ് അലിയാൻ തുടങ്ങിയിട്ടില്ല. നനഞ്ഞ ഉരുളൻ പാറകൾ വഴുക്കുന്നുണ്ട്. പക്ഷേ വളരെ ശ്രദ്ധിച്ച് ഏറ്റവും ഉയരെയുള്ള പാറയിലേക്ക് കയറാനുള്ള ശ്രമമായിരുന്നു ദിലു. പാറക്കെട്ടുകൾക്ക് കീഴെ കടൽ ശാന്തമായി കഴിഞ്ഞിരുന്നു. പെട്ടെന്നാണ് പരിസരത്തെ മുഴുവൻ നടുക്കിക്കൊണ്ട് ഒരു നിലവിളി ഉയർന്നത്. ഏതോ ചെറിയ പെൺകുട്ടിയുടെ ഭയചകിതമായ ഒച്ച. പാറക്കെട്ടുകൾക്ക് കീഴെ നിന്നാണ് അത് പുറപ്പെട്ടത്. ദിലു ചുറ്റും നോക്കി. പിന്നെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിയിറങ്ങി. കറുത്ത ഉരുളൻ പാറകളല്ലാതെ ഒന്നും കാണാനില്ല. ആരാണത്? ദിലു വിളിച്ചു ചോദിച്ചു. മറുപടിയില്ല. ആരോ പാറയിലൂടെ ഓടിയിറങ്ങുന്ന ശബ്ദം മാത്രം കേട്ടു. ദിലു അല്പം കൂടി താഴേക്കിറങ്ങി. അതാ കറുത്ത പാറയിൽ പിന്നിയ പാവാടയും ധാവണിയും അണിഞ്ഞ ഒരു പെൺകുട്ടി. ഏറിയാൽ 16ഓ 17ഓ വയസ്സ് മാത്രം. മുഖത്തിനു ചുറ്റും പാറിക്കളിക്കുന്ന ചുരുൾമുടി, വിടർന്ന നീളൻ കണ്ണുകൾ, നെറ്റിയിൽ വളരെ വലിയൊരു സിന്ദൂര വൃത്തം, ഒരു പൊട്ടു മൂക്കുത്തി, ഒഴിഞ്ഞ കാതും കഴുത്തും. ഉരുളൻ പാറകളിലൂടെ ചാടിയിറങ്ങി ദിലു അവളുടെ അരികിലെത്തി. പാറയിലൊരു പൂക്കുട മറിഞ്ഞു കിടക്കുന്നു. ചുറ്റും തൂവിപ്പോയ പൂവുകൾ. കുളിരുകൊണ്ടാണോ പേടികൊണ്ടാണോ ഇരുകൈകളും നെഞ്ചോട് ചേർത്ത് വെച്ച് അവൾ കിടുകിടെ വിറയ്ക്കുന്നതെന്ന് ദിലുവിന് മനസ്സിലായില്ല. എന്തു പറ്റി? അവൻ ചോദിച്ചു. ചെങ്കണ്ണൻ. അവളുടെ ചുണ്ടുകൾ വിറച്ചു. ചെങ്കണ്ണനോ? അവന് അത്ഭുതമായി. അതെ, അയാൾ എന്നെ കൊല്ലും. അവൾ വിങ്ങിപ്പൊട്ടി കരഞ്ഞു. ആരെങ്കിലും ആ രംഗം കാണുന്നുണ്ടോ എന്ന് ദിലു ചുറ്റും കണ്ണോടിച്ചു. സൂര്യക്ഷേത്രത്തിലും കടൽ തീരത്തുമുള്ള ജനക്കൂട്ടം സൂര്യോദയത്തിൽ മുഴുകിയിരിക്കുകയാണ്. പെട്ടെന്ന് പെൺകുട്ടി ധാവണി തുമ്പുകൊണ്ട് കണ്ണീർ തുടച്ച ശേഷം പാറയിൽ കുഞ്ഞിരുന്ന് തൂവിപ്പോയ പൂക്കൾ പെറുക്കി പൂക്കുടയിൽ ശേഖരിക്കാൻ തുടങ്ങി.
എന്താ നിന്റെ പേര്? ദിലു ചോദിച്ചു. ജോലി തുടരുന്നതിനിടയിൽ മുഖമുയർത്താതെയായിരുന്നു അവളുടെ മറുപടി. സുന്ദരി. അതിന് നീ അത്ര സുന്ദരിയൊന്നുമല്ലല്ലോ. അവൾ മുഖമുയർത്തി ദീനമായി ദിലുവിനെ ഒന്ന് നോക്കി. പിന്നെ മുഖം കുനിച്ചിരുന്നുകൊണ്ട് പറഞ്ഞു, ഭംഗി തരുന്നതൊക്കെ ഈശ്വരനല്ലേ. ഈശ്വരൻ എനിക്ക് ഭംഗി തന്നില്ലായിരിക്കാം. ദിലുവിന് തമാശ തോന്നി. മഞ്ഞുതുള്ളികൾ പാറി നിൽക്കുന്ന ഒരു പനിനീർ പൂവ് പോലെ സുന്ദരിയായിരുന്നു അവൾ. എവിടെയാണ് നിന്റെ വീട്? പൂക്കൾ കുടയിൽ നിറച്ച ശേഷം എഴുന്നേറ്റുകൊണ്ട് അവൾ പാറയുടെ താഴത്തേക്ക് വിരൽ ചൂണ്ടി. ഈ പാറക്കെട്ടുകൾ ഇറങ്ങി താഴെ ചെന്നാൽ ഞങ്ങളുടെ വീടായി. പുരന്തറിൻ്റെ വീട് ഏതാണെന്ന് ചോദിച്ചാൽ ആരും കാണിച്ചു തരും, അഭിമാനത്തോടെയാണ് അവൾ പറഞ്ഞത്. ആരാണ് പുരന്തർ? എൻ്റെ അപ്പ. പെട്ടെന്നാണ് അവൾ ഉദിച്ചുയർന്ന സൂര്യനെ കണ്ടത്. എൻ്റെ ഈശ്വര, നേരെ ഒരുപാടായി. പൂജയ്ക്കുള്ള പൂക്കളാണിത്. ആ ദുഷ്ടൻ അത് മുഴുവൻ താഴേക്ക് കളഞ്ഞു. ആരാണ് ദുഷ്ടൻ? ആ ചെങ്കണ്ണൻ. അല്ലാതാരാ? അയാൾ പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ കൊന്ന് കടലിലെറിയുമത്രേ. എൻ്റെ അപ്പായ്ക്ക് കണ്ണു കാണാൻ വയ്യാത്തതുകൊണ്ടല്ലേ? ഇല്ലെങ്കിൽ അയാളുടെ കുറുമ്പൊന്നും നടക്കുമായിരുന്നില്ല. അപ്പായ്ക്ക് മരുന്ന് വാങ്ങാൻ കുറേ തവണ പണം തന്നിട്ടുണ്ട്. അരിയും സാധനങ്ങളും തീരുമ്പോൾ ഇടയ്ക്കിടെ അതും വാങ്ങിക്കൊണ്ട് തരും. ചോദിച്ചിട്ടൊന്നുമല്ല. എന്നാലും എനിക്ക് അയാളെ ഇഷ്ടമല്ല. ചുകാന്നിരിക്കും കണ്ണുകൾ. കുടിച്ചിട്ടാണത്രേ. അടുത്ത് വരുമ്പോൾ വല്ലാത്തൊരു മണം. ചാരായത്തിൻ്റെതാണത്രേ. രാക്കമ്മ പറഞ്ഞതാണ്. ഒരു ചോദ്യം മതി. അവൾ ഒരുപാട് കാര്യങ്ങൾ പറയുമെന്ന് ദിലുവിന് മനസ്സിലായി. ദിലുവിൻ്റെ ചുണ്ടിൽ ചിരിയൂറി. എന്തിനാ ചിരിക്കുന്നേ? അവൾ ചോദിച്ചു. വെറുതെ. അവൻ കണ്ണടച്ച് കാണിച്ചു. എൻ്റെ ഈശ്വര, നേരെ ഒരുപാടായി. വീണ്ടും അവൾക്ക് സമയത്തെക്കുറിച്ച് ബോധ്യമുണ്ടായി. ഒരു നാളും സൂര്യദേവന് പൂജയ്ക്കുള്ള പൂവ് മുടക്കരുതെന്ന് അപ്പ പറഞ്ഞിട്ടുണ്ട്. ഉരുളൻ കല്ലുകൾ ചാടിയിറങ്ങി അവൾ മുകളിൽ അപ്രത്യക്ഷയായി. സൂര്യക്ഷേത്രത്തിലും പാറക്കെട്ടുകളിലും കടൽ തീരത്തുമെല്ലാം ദിലു അവളെ തിരഞ്ഞു. പുലർച്ചെ പാറക്കെട്ടിൽ വെച്ച് കണ്ട പെൺകുട്ടി ഒരു സ്വപ്നമായിരുന്നോ എന്ന് പോലും അവന് സംശയമായി. സന്ധ്യയ്ക്ക് പാറയിൽ കയറി നിന്ന് അവൻ താഴേക്ക് ശ്രദ്ധിച്ചു. ഒരു വെളിച്ചപ്പൊട്ട് പോലും കാണാനില്ല. എങ്ങും കൂരിരുട്ട്. പാറകളിൽ തിരകൾ വന്നു തല്ലി തകരുന്ന ശബ്ദവും. എന്നാൽ പിറ്റേന്ന് രാവിലെ സൂര്യക്ഷേത്രത്തിൻ്റെ നടക്കിൽ വെച്ച് ദിലു അവളെ കണ്ടു. അന്ധനായ ഒരു വൃദ്ധൻ്റെ കൈ പിടിച്ച് അവൾ സന്ദർശകരുടെ നേർക്ക് കൈ നീട്ടുന്നു. ഗോവർദ്ധന ഗിരിധാര ഗോവിന്ദ ഗോകുലപാല. അപ്പയും മകളും ഒരുമിച്ചാണ് ആലപിക്കുന്നത്. അപൂർവമായ സ്വരമാതിരി, വിശേഷിച്ചും സുന്ദരിയുടേത്. അവളുടെ കയ്യിലെ പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് ആളുകൾ നാണയം എറിയുന്നു. സുന്ദരിയുടെ ചിത്രം ദിലുവിന് വ്യക്തമായി. അത് അവനെ വല്ലാതെ സ്പർശിക്കുകയും ചെയ്തു. അന്ന് വൈകുന്നേരം ദിലു ലൈഫ് ബെൽറ്റുമായി കടലിൽ നീന്താനിറങ്ങി. അസ്തമയത്തിന് ശേഷമാണ് കരയ്ക്ക് കയറിയത്. തീരം വിജനം. ലൈഫ് ബെൽറ്റും ചുമലിലിട്ട് ഹോട്ടലിലേക്ക് മടങ്ങുമ്പോഴാണ് വീണ്ടും സുന്ദരിയുടെ നിലവിളി ദിലുവിനെ പിടിച്ചു നിർത്തിയത്. കടലിൽ നിന്നുമായിരുന്നത്. അലറി തിമിർക്കുന്ന തിരകളിൽ നിന്നും ദിലു തിരിഞ്ഞു നിന്നു. തീരത്ത് അടിഞ്ഞ കറുത്ത പാറയിൽ നിന്നും ഒരു പരുപരുത്ത പുരുഷ ശബ്ദം വിളിച്ചു ചോദിക്കുന്നു. പറയ്, എന്നെ കല്യാണം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? കടൽ വെള്ളം കുടിച്ച് ചാകണ്ട എങ്കിൽ പറയ്. ഉടൻ തിരകളിൽ നിന്നും മറുപടി വന്നു. ഇല്ല, എനിക്ക് സമ്മതമല്ല. അത് സുന്ദരിയുടെ സ്വരമായിരുന്നു. അടുത്ത നിമിഷം പാഞ്ഞെത്തിയ ഒരു വൻതിര അവളെ വിഴുങ്ങി പിന്നിലേക്ക് ഓടിയകന്നു. അരനിമിഷമേ ദിലു ആലോചിക്കാൻ പാഴാക്കിയുള്ളൂ. ഒരു സാധു പെൺകുട്ടി കടൽ തിരയിൽ മുങ്ങി മരിക്കാൻ ഒരുങ്ങുന്നു. അവളെ തിരമാലയിലേക്ക് എറിഞ്ഞവനാവാം ഒരുവൻ. രക്ഷിക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം അവളുടെ നേർക്ക് ഭീഷണികൾ വലിച്ചെറിയുന്നു. ദിലു ഓടി തീരത്തെത്തി. കറുത്ത പാറയിൽ നിന്നുകൊണ്ട് ഒത്ത ഉയരവും ശരീരപുഷ്ടിയുമുള്ള ഒരാൾ അലറി തുള്ളുന്ന തിരയിലേക്ക് നോക്കി. അപ്പോഴും എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. പറ്റേ വെട്ടിയ മുടിയും മുരടത്തരം നിറഞ്ഞ ആ മുഖവും മങ്ങിയ വെട്ടത്തിലും ദിലുവിന് വ്യക്തമായി. ഇവനായിരിക്കുമോ സുന്ദരിയുടെ പേടി സ്വപ്നമായ ചെങ്കണ്ണൻ? തിരയിൽ കിടന്ന് രക്ഷപ്പെടാൻ പൊരുതുന്ന പെൺകുട്ടിയുടെ നേർക്ക് ദിലു തൻ്റെ ലൈഫ് ബെൽറ്റ് എറിഞ്ഞുകൊടുത്തു. ഒപ്പം അവനും തിരയിലേക്ക് ചാടി. ഒരു തവണ കൂടി പിന്നിലേക്ക് ഓടിയകന്ന തിര മടങ്ങിയെത്തിയപ്പോൾ ദിലുവും പെൺകുട്ടിയും ലൈഫ് ബെൽറ്റും തീരത്തടിഞ്ഞു. നനഞ്ഞ മണ്ണിൽ തളർന്നു കിടന്നിരുന്ന പെൺകുട്ടിയെ ദിലു പിടിച്ചുയർത്തി തൻ്റെ ദേഹത്തേക്ക് ചായച്ചു നിർത്തി. പിന്നെ അവളുടെ മുഖം ശ്രദ്ധിച്ചു. വിചാരിച്ചതുപോലെ അത് സുന്ദരി തന്നെയായിരുന്നു. പെട്ടെന്ന് പാറയിൽ നിന്നിരുന്ന മുരടൻ ഓടി അവരുടെ അരികിലെത്തി. അവളെ കടലിൽ നിന്ന് രക്ഷിക്കാൻ നീ ആരാണ്? അയാളെ നോക്കി ദിലു പുച്ഛത്തിൽ ചിറികൊട്ടി. ഈ പാവം പെൺകുട്ടിയെ കടലിലെറിഞ്ഞിട്ട് അവൾ ജീവരക്ഷയ്ക്ക് വേണ്ടി തിരയിൽ കിടന്ന് പിടയുമ്പോൾ ആണുങ്ങൾക്ക് ചേരാത്ത ഭീഷണികളുമായി കരയിൽ നോക്കി നിന്നതും പോരാ, അവളെ രക്ഷിച്ചതിനെ ചോദ്യം ചെയ്യാനും വന്നിരിക്കുന്നോ? അവൾ എൻ്റെ പെണ്ണാണ്. അവളെ കൊല്ലാൻ ശ്രമിച്ച ആളല്ലേ നിങ്ങൾ? പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ പെണ്ണാകുന്നത്? അവളും അവളുടെ അപ്പായും ജീവിക്കുന്നത് എൻ്റെ ചിലവിലാണ്. അതുകൊണ്ട് അവളെ എന്തും ചെയ്യാനുള്ള അവകാശവും അധികാരവും എനിക്കുണ്ട്. നിങ്ങൾ അവളുടെ സ്വന്തം അപ്പായായാൽ പോലും നിങ്ങൾക്ക് ആ അവകാശവും അധികാരവും ലഭിക്കുന്നതല്ല. അത് അവൾ പറയട്ടെ. ദിലു സുന്ദരിയുടെ മുഖത്തേക്ക് നോക്കി. ഉടൻ സുന്ദരി കൈകൾ ഉയർത്തി നിഷേധിച്ചു. ഇല്ല, ഇയാളെ എനിക്ക് ഇഷ്ടമല്ല. എടി, ആക്രോശവുമായി അയാൾ സുന്ദരിയോട് അടുത്തു. തൊട്ടുപോകരുത് അവളെ. ദിലു അയാളെ തട്ടി ദൂരേക്ക് എറിഞ്ഞു. മണലിലേക്ക് തെറിച്ചു വീണുപോയ അയാൾ ഒരു നൊടിയിടയിൽ തന്നെ പിടഞ്ഞെഴുന്നേറ്റു. വീണ്ടും ദിലുവിൻ്റെയും സുന്ദരിയുടെയും നേർക്ക് പാഞ്ഞെടുത്തു. ആഹാ, നീ എന്നോട് കളിക്കാനാണോ ഭാവം? വെക്കേഷന് ശ്രാവണപുരിയിലെ ഉദയാസ്തമയങ്ങൾ കാണാനെത്തിയ കോളേജ് പയ്യനല്ലേ നീ?
നിനക്ക് ഈ രംഗരാജനെ അറിയില്ല. ഉദയവും അസ്തയവും ഇല്ലാത്ത ലോകത്തിലേക്ക് നിന്നെ ഞാൻ പറഞ്ഞേക്കും. നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും നിന്റെ ശവം പോലും കാണാൻ കിട്ടില്ല. രംഗരാജനെന്ന അയാൾ ആടിയാടി വന്നത് ദിലുവിൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. ദിലുശക്തിയിൽ ഒന്ന് കുതറിയതേയുള്ളൂ. ഇക്കുറിയും അയാൾ ദൂരേക്ക് തെറിച്ചുപോയി. ആ കാഴ്ച സുന്ദരിയിൽ ചിരിയുണർത്തി. അയാൾക്ക് അങ്ങനെ വേണം. അവൾ കൈയടിച്ചു. നിന്റെ ചെങ്കടനല്ലേ അത്? ദിലു സുന്ദരിയോട് ചോദിച്ചു. ആ, അവൾ അപ്പോഴും ചിരിക്കുകയായിരുന്നു. പിന്നെ അയാൾ രംഗരാജൻ എന്ന് പറഞ്ഞത്? അതാ അയാളുടെ പേര്. പക്ഷേ ഇവിടെ എല്ലാവരും വിളിക്കുക ചെങ്കണ്ണെന്നാ. ചീ, തേവിടി ചീ. ചെങ്കണ്ണൻ വീണ്ടും എത്തിക്കഴിഞ്ഞു. അയാൾ കുഴഞ്ഞാടി സുന്ദരിയുടെ നേർക്കാണ് നീങ്ങിയത്. ഇവൻ്റെ കൂടെ ചിരിച്ചു കുഴയുന്ന ഇവൻ നിന്റെ ആരാ? കൊന്നു കടലിൽ എറിഞ്ഞു കളയും ഞാൻ. അയാൾ നന്നായി മദ്യപിച്ചിട്ടുണ്ടെന്ന് ദിലുവിന് തീർച്ചയായി. ഡേയ് പയ്യൻ! ചെങ്കടൻ ദിലുവിനെ നോക്കി കൈ ഞൊടിച്ചു. ഇനി മേലാൽ നിന്നെ ഈ തീരത്ത് കണ്ടുപോകരുത്. അയാൾ വീണ്ടും സുന്ദരിയെ പിടുത്തമിട്ടു. ദിലുവിന് അസഹ്യമായ കോപമുണ്ടായി. അവൻ പാഞ്ഞു ചെന്ന് ചെങ്കണ്ണനെ പിടിച്ചു മാറ്റി. പിന്നെ അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കടലിലേക്ക് ആഞ്ഞു തള്ളി. അലറിയെത്തിയ ഒരു തിരയുടെ കൈകളിലേക്കാണ് ചെങ്കണ്ണൻ ചെന്ന് പതിച്ചത്. തിര സന്തോഷം അയാളെ സ്വീകരിച്ചു. വാ പോകാം, ദിലു സുന്ദരിയെ വിളിച്ചു. ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടുപോയേക്കാം. കടലിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞ് നോക്കിക്കൊണ്ടാണ് സുന്ദരി ദിലുവിൻ്റെ പിന്നാലെ നടന്നത്. എന്തിനാ ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞു നോക്കുന്നത്? കടലിൽ മുങ്ങി അയാൾ ചാകുമെന്ന പേടി കൊണ്ടാണോ? ദിലു സുന്ദരിയോട് ചോദിച്ചു. ഏയ്, അയാൾക്ക് അസലായി നീന്താനറിയാം. ഒരു ദിവസം മുഴുവൻ വേണമെങ്കിൽ തിരയിൽ കിടക്കും. അരമണിക്കൂർ നേരം ഒരുമിച്ച് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ കഴിയുമത്രേ. കൊന്ന് കടലിലെറിഞ്ഞാലും അയാൾ ചാകില്ല. ആ മറുപടി ദിലുവിനെ രസിപ്പിച്ചു. കൊന്നാലും ചാകില്ലെങ്കിൽ അയാളെ സൂക്ഷിക്കണമല്ലോ. അത്ര ദുഷ്ടനാണെന്നാണ് ഞാൻ പറഞ്ഞത്. എങ്കിൽ പിന്നെ എന്തിനാ സുന്ദരി അയാളുടെ അടുത്ത് പോകുന്നത്? അയ്യേ, അയാളെ ദൂരെ കണ്ടാൽ തന്നെ ഞാൻ ഓടി ഒളിക്കും. പിന്നെങ്ങനെയാണ് ഇപ്പോൾ സുന്ദരി അയാളുടെ കയ്യിൽ പെട്ടത്? ഞാൻ തീരത്ത് നടന്ന് നിറമുള്ള മണ്ണും ശംഖുകളും ശേഖരിക്കുകയായിരുന്നു. അപ്പോഴാ മാനത്ത് നിന്ന് പൊട്ടി വീണതുപോലെ അയാൾ മുന്നിലെത്തിയത്. നീ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ലല്ലോ എന്ന് ചോദിച്ചു. ചത്താലും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാ എന്നെ എടുത്ത് കടലിലെറിഞ്ഞത്. സുന്ദരി വിങ്ങിക്കരയാൻ ആരംഭിച്ചു. എൻ്റെ അപ്പ ഒരു കണ്ണുപൊട്ടനായതുകൊണ്ടല്ലേ? എന്നെ എന്ത് ചെയ്താലും ആരും ചോദിക്കാനില്ലാത്തതുകൊണ്ടല്ലേ? ആ സങ്കടം ദിലുവിനെ സ്പർശിച്ചു. എങ്കിലും അവൻ യാതൊന്നും ശബ്ദിച്ചില്ല. തല്ലാനും കൊല്ലാനും ഒട്ടും മടിയില്ലാത്തവനാണ് ചെങ്കണ്ണൻ. 2 തവണ ജയിലിൽ പോയിട്ടുണ്ടത്രേ. അയാളോട് വഴക്കിടുന്നവരെ ആരെയും പിന്നീട് ഈ തീരത്ത് കാണുകയില്ല. സ്വർണവും മയക്കുമരുന്നും കള്ളക്കടത്ത് നടത്തുകയാണത്രേ തൊഴിൽ. പോലീസുകാർ ചെങ്കണ്ണനെ ഒന്നും ചെയ്യില്ലത്രേ. അയാൾ അവർക്ക് കൈനിറയെ കാശ് കൊടുക്കും പോലും. ദിലു കൗതുകത്തിൽ അവളെ നോക്കി. വീശിയടിക്കുന്ന കടൽക്കാറ്റേറ്റ് അവർ ഇരുവരുടെയും നനഞ്ഞ വസ്ത്രങ്ങൾ ഉണങ്ങിക്കഴിഞ്ഞിരുന്നു. കുറേ നിമിഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് സുന്ദരി പറഞ്ഞു. നോക്കിക്കോളൂ, ഒരു ദിവസം എന്നെയും ഈ തീരത്ത് കാണാതാവും. ആ വാചകം ദിലുവിൽ നടുക്കമുണ്ടാക്കി. ഒരു ദിവസം മുതൽ സുന്ദരി എന്ന പെൺകുട്ടി ഈ തീരത്ത് ഇല്ലാതാവുന്നു. ഈ ഭൂമിയിൽ തന്നെ ഇല്ലാതാവുന്നു. അങ്ങനെ ഒരു ഭയം നെഞ്ചിൽ പൊട്ടിയ നിമിഷം തന്നെ സുന്ദരി അവൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായി. ഇനി ഞാൻ തനിച്ചു പോയിക്കൊള്ളാം, സുന്ദരി പറഞ്ഞു. അവർ പാറക്കെട്ടുകളുടെ അരികിലെത്തിയിരുന്നു. വീണ്ടും ചെങ്കണ്ണൻ്റെ കയ്യിൽ ചെന്നപ്പെട്ടാലോ? ഇല്ല, വീട്ടിലെത്താൻ എനിക്ക് 10 നിമിഷം മതി. നന്ദി പറയാതെ യാത്ര ചോദിക്കാതെ അവൾ ഉരുളൻ കല്ലുകളിലൂടെ ചാടിയിറങ്ങി താഴേക്ക് മറഞ്ഞു. എന്നിട്ടും പൂർണ്ണമായും 10 നിമിഷങ്ങൾ കഴിഞ്ഞിട്ടേ ദിലു തിരികെ നടന്നുള്ളൂ. അടുത്ത പകൽ ദിലുവിനെ സംബന്ധിച്ചിടത്തോളം തിരക്കുള്ളതായിരുന്നു. അച്ഛൻ്റെ ടെലിഫോൺ എത്തി. ഹോട്ടൽ ശ്രാവണഗിരിയുടെ വരവും ചെലവും സംബന്ധിച്ച ബുക്കുകളും കടലാസുകളും പരിശോധിച്ച് അച്ഛൻ്റെ പരീക്ഷണ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ടായിരുന്നു. വൈകുന്നേരം സ്വതന്ത്രനായ നിമിഷം ദിലു ഓർത്തത് സുന്ദരിയെക്കുറിച്ചാണ്. കറുത്ത പാറക്കെട്ടിൽ കയറി നിന്ന് അവൻ താഴേക്ക് കണ്ണോടിച്ചു. നനഞ്ഞ തീരവും അല്പം അകലെയായി കുറേ കുടിലുകളും കാണാം. അവൻ പാറക്കെട്ടിറങ്ങി താഴെ വന്നു. ശംഖുകളും കക്കകളും കൊണ്ട് തീർത്ത കൗതുക വസ്തുക്കൾ നിൽക്കുന്ന വൃദ്ധയോട് ചോദിച്ചു. കണ്ണു കാണാൻ വയ്യാത്ത പുരന്തറിൻ്റെയും അയാളുടെ മകൾ സുന്ദരിയുടെയും വീട് ഏതാണ്? ആരെയാണ് കാണേണ്ടത്? പുരന്തറിനെയോ മകളെയോ? 2 പേരെയും. വൃദ്ധയുടെ മുഖത്ത് ഒരു വൃത്തികെട്ട ചിരി പ്രത്യക്ഷപ്പെട്ടു. അവളെ അതിനൊന്നും കിട്ടില്ല സാർ. ആ ചെങ്കണ്ണൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് അവൾ. അവളുടെ നേരെ ഒന്ന് നോക്കാൻ പോലും ഒരുത്തനെയും അവൻ സമ്മതിക്കില്ല. 1 മാസം മുൻപ് ആ മാണിക്യത്തിൻ്റെ മകനെ അവൻ തല്ലിച്ചതച്ചത് ആ പെണ്ണിനെ നോക്കി ഒന്ന് ചിരിച്ചതിനാ. അത്ര ഭയങ്കരനവൻ. സാറിന് പെണ്ണിനെ വേണമെങ്കിൽ അല്പം കൂടി അങ്ങ് നടന്നാൽ മതി. നല്ല പെൺപിള്ളേരെ കിട്ടും. കാശും കുറവാ. ആ വേലാണ്ടിയോട് പറഞ്ഞാൽ മതി. ഹോട്ടൽ മുറിയിൽ എത്തിക്കും. ദിലു വിളറിപ്പോയി. 1 നിമിഷം കഴിഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നു. വളരെ സാവധാനം പാറക്കെട്ടുകൾ കയറാൻ തുടങ്ങി. പൊടുന്നനെ അവൻ്റെ കാതിൽ പാദസരത്തിൻ്റെ കിലുക്കം പതിഞ്ഞു. മുകളിൽ നിന്നാണ് ദിലു മുഖമുയർത്തി നോക്കി. ഉരുളൻ പാറകളിലൂടെ ഓടിയിറങ്ങി വരികയാണ് സുന്ദരി. 2 കൈകളിലും പൂക്കുടകൾ. സുന്ദരി, ദിലു വിളിച്ചു. ഒരു ഞെട്ടലോടെയാണ് അവൾ ആ വിളി കേട്ടത്. ദിലുവിനെ താഴെ കണ്ടതും സുന്ദരിയുടെ മുഖം ഭീതിയിൽ വിങ്ങി. ദിലുവിന് ഒന്നും മനസ്സിലായില്ല. എന്നാൽ 2 നിമിഷം കഴിഞ്ഞപ്പോൾ ദിലു കണ്ടു സുന്ദരിയുടെ അല്പം പിന്നിലായി ചെങ്കണ്ണൻ. പെണ്ണേ, ഞാൻ വീണ്ടും പറയുന്നു, അവനോട് മിണ്ടിയാൽ, അവൻ്റെ നേരെ നോക്കിയാൽ നിനക്കല്ല അപകടം, അയാൾ ഉറക്കെ വിളിച്ചറിയിച്ചു. നിനക്കറിയാമല്ലോ
കത്തിയേറിൽ സമ്മാനം വാങ്ങിയിട്ടുള്ളവനാ ഞാനെന്ന് ആ കറുത്ത പാറയിൽ കിടന്നവൻ പിടയുന്നത് നിനക്ക് കാണണമോ? ചോദ്യത്തോടൊപ്പം അയാൾ എളിയിൽ നിന്നും തൻ്റെ കത്തി വലിച്ചൂരി. അസ്തമയ വെളിച്ചത്തിൽ അതിൻ്റെ വായത്തല സ്വർണം പോലെ തിളങ്ങി. പറയ്, പെട്ടെന്ന് മുകളിൽ നിന്നും ചെങ്കണ്ണൻ ആജ്ഞാപിച്ചു. അവൻ ചാകണ്ടെങ്കിൽ വേഗം പറയ്, നിനക്ക് അവനെ ഇഷ്ടമല്ലെന്ന്. ഒരു നിമിഷം വൈകിയാൽ നിനക്കറിയാമല്ലോ എന്നെ. ഉടൻ സുന്ദരി പൊട്ടിക്കരഞ്ഞു. എനിക്കിഷ്ടമല്ല, എനിക്കിഷ്ടമല്ല. ദിലു നിശ്ചലം നോക്കി നിൽക്കെ ഉരുളൻ പാറകളോടെ സുന്ദരി ഓടിയിറങ്ങി താഴെയെത്തി. വിങ്ങിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ അരികിലൂടെ തൊട്ടില്ലെന്ന വിധം അവൾ ഓടിപ്പോയി. ഒരഭ്യാസിയുടെ പാടവത്തോടെ ചാടി ചാടിയാണ് ചെങ്കണ്ണൻ പാറക്കെട്ടിറങ്ങി വന്നത്. ദിലുവിൻ്റെ മുന്നിലെത്തിയതും അയാൾ നിന്നു. കടാരത്തുമ്പിനാൽ താടിയിൽ മൃദുവായി ചൊറിഞ്ഞുകൊണ്ട് ദിലുവിനെ നോക്കി പുച്ഛത്തിൽ ചിരിച്ചു. ദിലു തികച്ചും അക്ഷോഭനായി നിന്നതേയുള്ളൂ. ഡേയ് പയ്യൻ, പെട്ടെന്ന് ചെങ്കണ്ണൻ വിളിച്ചു. നീ ഏതാ? നല്ല കുടുംബത്തിൽ ജനിച്ചവനാണെന്ന് മുഖം കണ്ടാലറിയാം. ഏതോ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പിറന്നവൻ. പക്ഷേ ആയുസ് അല്പം കുറവാണോ എന്ന് സംശയം. പൊടുന്നനെ ദിലുവിൻ്റെ ചുണ്ടിലും ഒരു ചിരിയൂറി. അപ്പോഴും അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ഡേയ്, ചെങ്കണ്ണൻ വീണ്ടും വിളിച്ചു. ദിലുവാകട്ടെ ചെങ്കണ്ണനെ തീർത്തും അവഗണിച്ച് ഉരുളൻ പാറകൾ കയറി മുകളിലേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോൾ കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകും. ചെങ്കണ്ണൻ പൊട്ടിച്ചിരിച്ചു. തിരികെ വീട്ടിൽ ചെന്ന് തന്തയെയും തള്ളയെയും കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നല്ല കുട്ടിയായി ജീവിക്കേ. മേലാൽ ഈ പാറയിലോ മണലിലോ കണ്ടുപോകരുത്. അപ്പോഴേക്കും ദിലു പാറക്കെട്ടുകളുടെ മുകളിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ശ്രാവണഗിരിയിലെ തൻ്റെ സ്യൂട്ടിലെത്തിയതും അവൻ ഇൻ്റർകോമിലൂടെ മാനേജറുമായി ബന്ധപ്പെട്ടു. എനിക്ക് താങ്കളെ അത്യാവശ്യമായി ഒന്ന് കാണണം. അതിനെന്താ, ഞാനിതാ എത്തിക്കഴിഞ്ഞു. ഒട്ടും വൈകാതെ തന്നെ മാനേജർ സുബ്രഹ്മണ്യൻ ദിലുവിൻ്റെ മുന്നിലെത്തി. എന്താണ് സാർ? ഇവിടെ തീരത്ത് ചെങ്കണ്ണൻ എന്ന പേരിൽ ഒരു ഭയങ്കരനുള്ളതായി താങ്കൾക്കറിയുമോ? എന്താണ് സാർ കാര്യം? ആദ്യം ഞാൻ ചോദിച്ചതിനുള്ള മറുപടി തരൂ. ചെങ്കണ്ണൻ എന്ന് എല്ലാവരും വിളിക്കുമെങ്കിലും അയാളുടെ യഥാർത്ഥ പേര് രംഗരാജൻ എന്നാണ്. സാർ പറഞ്ഞതുപോലെ ഒരു ഭയങ്കരൻ തന്നെയാണ്. എന്തു ചെയ്യാനും മടിയില്ല. പോലീസിന് അവനൊരു തലവേദനയാണ്. സാധാ പോലീസുകാരെല്ലാം അവൻ്റെ ശിങ്കിടികളും. വല്ലാത്ത എല്ലാ കറുത്ത ബിസിനസ്സുകളുമായും അവന് ബന്ധമുണ്ട്. ഇവിടുത്തെ വൻകിട ഹോട്ടലുകാർ പോലും ചെങ്കണ്ണൻ്റെ സേവനം ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മളും അവൻ്റെ സേവനം ഉപയോഗിക്കുന്നുണ്ട്. ഉണ്ട് സാർ. എല്ലാം സാവധാനം മനസ്സിലാവും. ഇവിടെ ഒന്നും നേർവഴിയിലൂടെ പോയിട്ട് കാര്യവുമില്ല. എല്ലാം സാറിനെ പഠിപ്പിച്ചു തരണമെന്ന് മുതലാളി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ചെങ്കണ്ണൻ നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. അതെ സാർ, മുതലാളിക്ക് വളരെ പ്രിയപ്പെട്ടവൻ കൂടിയാണ് അയാൾ. ഒരിക്കൽ ചെങ്കണ്ണനെ കൊലക്കയറിൽ നിന്നും ഊരിക്കൊണ്ട് പോകുന്നതും സാറിൻ്റെ അച്ഛനാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഈ ചെങ്കണ്ണനെ പരിചയപ്പെടേണ്ടതാണ്. അയാളുടെ എത്രയും നേരത്തെ എന്നെ വന്ന് കാണാൻ പറയണം. ശരി സാർ. വളരെ സന്തോഷത്തിലാണ് മാനേജർ സുബ്രഹ്മണ്യം മുറിവിട്ട് പോയത്. പിറ്റേന്ന് ഉച്ചയോടെ ചെങ്കണ്ണൻ ദിലുവിൻ്റെ സ്യൂട്ടിലെത്തി. ഒപ്പം മാനേജർ സുബ്രഹ്മണ്യവും ഉണ്ടായിരുന്നു. ദിലുവിനെ കണ്ടതും ചെങ്കണ്ണനിൽ നടുക്കമുണ്ടായി. അയാൾ സംശയത്തിൽ സുബ്രഹ്മണ്യത്തെ നോക്കി. മുതലാളിയുടെ മകൻ, നമ്മുടെ പുതിയ MD. സുബ്രഹ്മണ്യൻ ചെങ്കണ്ണൻ്റെ കാതിൽ മന്ത്രിച്ചു. ചെങ്കണ്ണൻ്റെ മുഖം വിളറി. എന്താ ചെങ്കണ്ണൻ, എന്നെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ദിലു കുസൃതിയോടെ ചോദിച്ചു. എൻ്റെ പേര് രംഗരാജൻ എന്നാണ്. ദിലുവിൽ നിന്ന് മുഖം തിരിച്ചു പിടിച്ചുകൊണ്ടാണ് അയാൾ പറഞ്ഞത്. തീരത്ത് നിങ്ങൾ അറിയപ്പെടുന്നത് ചെങ്കണ്ണൻ എന്ന പേരിലാണല്ലേ? പക്ഷേ മുതലാളി പോലും എന്നെ രംഗരാജൻ എന്നെ വിളിക്കൂ. ശരി, ഈ നിസ്സാര കാര്യത്തിൽ നാം തമ്മിൽ തർക്കം വേണ്ട. ദിലു തിരിഞ്ഞ് സുബ്രഹ്മണ്യത്തെ നോക്കി. എനിക്ക് ഈ രംഗരാജനുമായി അല്പം സ്വകാര്യമായി സംസാരിക്കണമല്ലോ. അതിനെന്താ സാർ, ഞാൻ പുറത്തു പോകാം. സുബ്രഹ്മണ്യം ധൃതിയിൽ ചൂട്ടിൽ നിന്ന് പുറത്തു കടന്നു. രംഗരാജന് ഇരിക്കണമെന്നില്ലേ? ദിലു ചെങ്കണ്ണനായി ഇരിപ്പിടം ചൂണ്ടി. വേണ്ട, മുതലാളിയുടെ മുന്നിൽ ഞാൻ ഇരിക്കാറില്ല. അപ്പോൾ എൻ്റെ അച്ഛനോട് രംഗരാജന് ബഹുമാനമുണ്ട്. ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകനാണെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല. തീരത്ത് വെച്ച് കണ്ടപ്പോൾ ഒഴിവുദിനം ചെലവിടാനെത്തിയ ഏതോ കോളേജ് പയ്യനായിരിക്കുമെന്നാണ് കരുതിയത്. സാരമില്ല, രംഗരാജനെ ഞാൻ വിളിപ്പിച്ചത് എനിക്ക് വേണ്ടിയല്ല, ആ സാധു പെൺകുട്ടിക്ക് വേണ്ടിയാണ്. ദയവായി അവളെ ഇനിയും ഉപദ്രവിക്കരുത്. അവൾ എൻ്റെ പെണ്ണാണ് സാർ. അവൾക്കിഷ്ടമില്ലാത്തിടത്തോളം അവളെങ്ങനെ നിങ്ങളുടെ പെണ്ണാകും? എല്ലാ പെണ്ണുങ്ങളും എങ്ങനെയാണ് സാർ? ആദ്യം എതിർക്കും, കല്യാണം കഴിയുമ്പോൾ എല്ലാം ശരിയാകും. അതൊരു മണ്ടൻ വിശ്വാസമല്ലേ രംഗരാജ? ബലമായി ഒരുവളെ സ്വന്തമാക്കുന്നത് മര്യാദയാണോ? സ്വയം മനസ്സിൽ തോന്നേണ്ടതല്ലേ സ്നേഹം? എനിക്ക് അവളോട് സ്നേഹമുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ എന്നേ എനിക്ക് അവളെ ബലമായി സ്വന്തമാക്കാമായിരുന്നു. അവളെ ഞാൻ എന്ത് ചെയ്താലും ആരും ഇവിടെ ചോദിക്കാനുണ്ടാവില്ല. എന്നിട്ടും ഞാൻ ഇതുവരെ അവളെ കേടുവരുത്തിയിട്ടില്ല. സാർ ഇടയ്ക്ക് കയറി വരാതിരുന്നാൽ സാവധാനം അവൾ എന്നെ ഇഷ്ടപ്പെട്ടുകൊള്ളും. സാറിൻ്റെ അച്ഛനറിയാം ആ പെണ്ണിനോടുള്ള എൻ്റെ സ്നേഹം. അതെങ്ങനെ? ദിലുവിന് അത്ഭുതമായി. മറ്റൊരു അവസരത്തിലാണെങ്കിൽ ഞാനിത് പറയില്ലായിരുന്നു. സാറുമായി പിണങ്ങാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത്. പറയൂ. ദിലുവിൻ്റെ സ്വരത്തിൽ ഉത്കണ്ഠ തിങ്ങി. സാറിൻ്റെ അച്ഛനും ഞാനുമായി വർഷങ്ങളുടെ ബന്ധമുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്നും അദ്ദേഹം ഇത്രയും വലിയ നിലയിലെത്തിയത് ഭാഗ്യം കൊണ്ട് മാത്രമല്ല, ജീവൻ പണയം വെച്ച് എന്ത് തീക്കളിക്കും സന്നദ്ധനായിരുന്നത് കൊണ്ടുകൂടിയാണ്. തൊഴിലിൽ ഞങ്ങൾ പരസ്പരം സഹായിച്ചിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിന് വേണ്ടി ഞാനൊരു കൊലക്കുറ്റം ഏൽക്കുക പോലും ചെയ്തിട്ടുണ്ട്. ദിലുവിൽ നടുക്കമുണ്ടായി. കൊലക്കയറിൽ നിന്നും അദ്ദേഹം എന്നെ ഊരിക്കൊണ്ട് പോകുകയും ചെയ്തു. അതാണ് ഞങ്ങളുടെ ബന്ധം.
ഈ തീരത്തെ പല സുന്ദരികളെയും ഞാൻ അദ്ദേഹത്തിൻ്റെ സ്യൂട്ടിൽ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ 6 മാസം മുമ്പ് ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് കണ്ണു കാണാൻ വയ്യാത്ത പാട്ടുകാരനായ പുരന്ദറിൻ്റെ സുന്ദരി പെണ്ണിൽ ഒരാശ. അന്ന് ഞാൻ അദ്ദേഹത്തോടും ഇതേ വാചകമാണ് പറഞ്ഞത്. അവൾ എൻ്റെ പെണ്ണാണ്. പിന്നീട് അദ്ദേഹം അവളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, അവളെപ്പറ്റി പറഞ്ഞിട്ടുമില്ല. ദിലു ശബ്ദിക്കാനാവാതെ ഇരുന്നു പോയി. ഞാൻ പോട്ടെ സാർ. ബിസിനസ് സംബന്ധിച്ച ആവശ്യങ്ങൾക്ക് ഇനി എന്നെ വിളിക്കാവൂ. ചെങ്കണ്ണൻ തിരിഞ്ഞു പുറത്തേക്ക് പോയി. കുറേ സമയത്തേക്ക് ദിലുവിന് ഇരുന്നിടത്തു നിന്നും അനങ്ങാൻ കഴിഞ്ഞില്ല. അച്ഛൻ്റെ കറുത്ത വ്യാപാരങ്ങളുടെ പ്രധാന സഹായിയാണ് ചെങ്കണ്ണൻ. അയാൾക്ക് വേണ്ടി സുന്ദരി എന്ന സാധു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടാൽ കേൾക്കാത്ത ഭാവം നടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പൊടുന്നനെ സുന്ദരിയുടെ ഏങ്ങലടികൾ അവൻ്റെ കാതിൽ വീണു. എനിക്കിഷ്ടമല്ല, എനിക്കിഷ്ടമല്ല, ഇഷ്ടമല്ല എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആവർത്തിക്കുമ്പോൾ അവൾക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണെന്നാണ് തെളിയുന്നത്. ചെങ്കണ്ണൻ്റെ കടാരമുരയിൽ നിന്നും തന്നെ രക്ഷിക്കാനായി ആ പെണ്ണ് നുണ പറയുകയാണ്. ആ സ്നേഹത്തെ അവഗണിക്കണമോ? ചെങ്കണ്ണൻ എന്ന അധോലോക കിങ്കറിനെ കളിപ്പാട്ടമാവാൻ വേണ്ടി അവളെ ഉപേക്ഷിക്കണമോ? ആ ചിന്ത മനസ്സിൽ എവിടെയോ നൊമ്പരം ഉണർത്തുന്നു. വയ്യ, വയ്യ. അപ്പോൾ തന്നെ ദിലു പുറത്തു കടന്നു. സുന്ദരിയെ കാണണം. അവൾക്ക് ആരെ വേണമെന്ന് അവൾ തന്നെ തീരുമാനിക്കട്ടെ. ആ നെഞ്ചിൻ്റെ കോണിലെങ്കിലും തന്നെക്കുറിച്ചുള്ള പ്രതീക്ഷയോ മോഹമോ മുള പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാധിപ്പിക്കാനായി ഏത് ചെകുത്താനോട് യുദ്ധം ചെയ്യാൻ ദിലു തയ്യാറാണ്. സ്നേഹത്തിനായി അത്രയ്ക്ക് ദാഹമാണ്. അച്ഛൻ്റെ ചെറുകിൻ കീഴിൽ എല്ലാം ഉണ്ടായിരുന്നു, സ്നേഹമൊഴികെ. പലരോട് ചോദിച്ചാണ് ദിലു ആ കുടിയിൽ കണ്ടെത്തിയത്. വാതിൽക്കൽ എത്തിയപ്പോഴേ അകത്ത് ചെങ്കണ്ണൻ്റെ ശബ്ദം കേട്ടു. വേഗം ആ നിലവിളക്ക് കത്തിക്ക്, എന്നിട്ട് ഞാൻ പറയും പോലെ പറഞ്ഞോളണം. ശബ്ദമുണ്ടാക്കാതെ ദിലു അകത്തേക്ക് നോക്കി. അന്ധനായ പുരന്ദറിൻ്റെ കഴുത്തിൽ ഇരു കൈകളും ചേർത്ത് വെച്ചുകൊണ്ടാണ് ചെങ്കണ്ണൻ കൽപ്പനയിടുന്നത്. സുന്ദരി ധൃതിയിൽ നിലവിളക്കിലെ തിരികളിൽ ദീപം പകരുകയാണ്. ഇനി ആണ് ഇത്. രംഗരാജൻ്റെ ഭാര്യയാവാൻ എനിക്ക് സമ്മതമാണ്, 100 വട്ടം സമ്മതമാണ്. സൂര്യഭഗവാനാണേ സത്യം. അങ്ങനെ 3 വട്ടം അണയിടണം. ഒരക്ഷരം പിഴച്ചാൽ നോക്ക്, എൻ്റെ ഈ കൈകൾ നിന്റെ അപ്പാവയുടെ കഴുത്തിൽ മുറുകിച്ചേരും. 2 നിമിഷം കൊണ്ട് ഇയാൾ ശവമായി താഴെ വീഴും. ചെങ്കണ്ണൻ അട്ടഹസിച്ചു. ഉടൻ സുന്ദരി നിലവിളിക്കിന് മുന്നിൽ കൈകൾ കൂപ്പി നിന്ന് ഏങ്ങലടികൾക്കൊപ്പം ഉരുവിടാൻ തുടങ്ങി. രംഗരാജൻ്റെ ഭാര്യയാവാൻ എനിക്ക് സമ്മതമാണ്, 100 വട്ടം സമ്മതമാണ്. അതോടെ പുരന്ദറിൻ്റെ കഴുത്തിൽ നിന്നോ ചെങ്കണ്ണൻ്റെ കൈകൾ അയഞ്ഞു. അയാളുടെ മുഖം ആഹ്ലാദം കൊണ്ട് വികസിച്ചു. എന്നാൽ പെട്ടെന്ന് പുരന്ദർ വിളിച്ചു പറഞ്ഞു. അരുത് മോളെ, അങ്ങനെ ആണയിടരുത്. നീ ഈ ദുഷ്ടൻ്റെ ഭാര്യയാവുന്നതിൽ ഭേദം നിന്റെ അപ്പ മരിക്കുന്നതാണ്. എടാ കിഴവാ, അലറിക്കൊണ്ട് ചെങ്കണ്ണൻ വീണ്ടും പുരന്ദറിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. അപ്പോഴാണ് സുന്ദരി വാതിൽക്കൽ നിൽക്കുന്ന ദിലുവിനെ കണ്ടത്. സാർ, എൻ്റെ അപ്പാവെ രക്ഷിക്കൂ സാർ. അവൾ നിലവിളിച്ചുകൊണ്ട് ദിലുവിൻ്റെ കാൽക്കിലേക്ക് വീണു. ഞങ്ങളെ രക്ഷിക്കൂ സാർ. സുന്ദരിയുടെ കരച്ചിൽ കേട്ടാണ് ചെങ്കണ്ണൻ തിരിഞ്ഞു നോക്കിയത്. ദിലുവിനെ കണ്ടതും പുരന്ദറിൻ്റെ കഴുത്തിൽ അമർന്നിരുന്ന കൈകൾ അയഞ്ഞു. സാർ, നിങ്ങൾ വീണ്ടും വന്നുവോ? ഒട്ടും സുഖമില്ലാത്ത ഭാവത്തിലായിരുന്നു ചെങ്കണ്ണൻ്റെ ചോദ്യം. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആ സാധു മനുഷ്യനെ കൊന്നു കളയില്ലായിരുന്നോ? കൊല്ലാനൊന്നുമായിരുന്നില്ല. ചെങ്കണ്ണൻ പുരന്ദരെ വിട്ടകന്നു. വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ. ഇടയ്ക്കൊക്കെ അത് ആവശ്യമായി വരും. ഇവൻ പറയുന്നത് നുണയാണ് സാർ, പുരന്ദർ വിളിച്ചു പറഞ്ഞു. ഈ ദുഷ്ടൻ എന്നെ ഇപ്പോൾ കൊന്നു കളയുമായിരുന്നു. എന്നെ കൊന്നിട്ട് എൻ്റെ മകളെ സ്വന്തമാക്കാനുള്ള ശ്രമമാണ്. കണ്ണില്ലെങ്കിലും ഞാൻ ജീവിച്ചിരുന്നാൽ എൻ്റെ മകളെ ഇവന് കൊടുക്കില്ല. ഒരിക്കലും, ഒരിക്കലും. സുന്ദരി, എന്ത് പറയുന്നു? നിനക്ക് ഇയാളുടെ ഭാര്യയാവാൻ സമ്മതമാണോ? ദിലു സുന്ദരിയുടെ നേർക്ക് തിരിഞ്ഞു. ദിലുവിൻ്റെ കാൽക്കൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് അവൾ മുഖം പൊത്തിക്കരഞ്ഞു. അല്ല, അല്ല, എനിക്ക് ഇയാളെ കാണുന്നത് തന്നെ പേടിയാണ്. ഇയാൾ എന്നെ കല്യാണം കഴിച്ചാൽ ഞാൻ തീർച്ചയായും കടലിൽ ചാടി ചാകും. അപ്പോൾ പിന്നെ ഇയാളെ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് അല്പം മുമ്പേ സത്യം ചെയ്തതോ? എൻ്റെ അപ്പാപ്പയ്ക്ക് വേണ്ടി, എൻ്റെ അപ്പായെ ഇയാൾ കൊല്ലാതിരിക്കാൻ വേണ്ടി മാത്രം. എൻ്റെ അപ്പായെ അല്ലാതെ എനിക്ക് ആരുമില്ല, എൻ്റെ അപ്പയെ അല്ലാതെ എനിക്ക് ആരുമില്ല. അവൾ ഉച്ചത്തിൽ ഏങ്ങലടിച്ചു. എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമല്ലെങ്കിൽ പിന്നെ ആരെ കല്യാണം കഴിക്കാനാണ് പോകുന്നത്? നോക്കിക്കോ, ഞാനല്ലാതെ മറ്റാരും നിൻ്റെ കഴുത്തിൽ താലി കെട്ടില്ല. നിൻ്റെ വിചാരം ഈ സാറ് നിന്നെ കെട്ടുമെന്നാവും. നിനക്കറിയാമോ ഇതാരാണെന്ന്? ഹോട്ടൽ ശ്രാവണഗിരിയുടെ മുതലാളിയാ, മോഹൻ തമ്പുരാൻ്റെ മകൻ. അസ്തമയം കാണാൻ വന്ന കോളേജ് പയ്യനൊന്നുമല്ല. നിനക്ക് അദ്ദേഹത്തെ സ്വപ്നം കാണാൻ കൂടി കിട്ടില്ല, ചെങ്കണ്ണൻ പറഞ്ഞു. അതേപ്പറ്റി രംഗരാജൻ തീരുമാനമെടുക്കണ്ട, ദിലു തടഞ്ഞു. സാർ, നമ്മളെന്തിനാ ചുമ്മാ പിണങ്ങുന്നത്? പൂക്കളും ചിപ്പിമാലകളും വിറ്റ് നടക്കുന്ന ഒരു പീറ പെണ്ണിന് വേണ്ടി സാർ വെറുതെ അപകടത്തിൽ ചാടരുത്. മുതലാളി അറിഞ്ഞാൽ ഈ പെണ്ണിൻ്റെ ശരീരം കടൽ നായ്ക്കൾക്ക് തീറ്റയാവും. വെറുതെ എന്തിനാ ആ പാവത്തിനെ കൊലയ്ക്ക് കൊടുക്കുന്നത്? ചെങ്കണ്ണൻ്റെ തന്ത്രപൂർവ്വമുള്ള സംസാരം ദിലുവിൽ ചിരിയുണർത്തി. രംഗരാജൻ, നിങ്ങൾ വിചാരിക്കും പോലെ അത്ര എളുപ്പത്തിൽ മനുഷ്യനെ കൊല്ലാൻ പറ്റില്ല. കൊല്ലും കൊല്ലും എന്ന് ആവർത്തിച്ച് പറയുന്നവരിൽ ചിലർക്കെങ്കിലും തങ്ങളെ തന്നെയാവും കൊലയ്ക്ക് കൊടുക്കേണ്ടി വരിക. സാർ, ഞാൻ പറഞ്ഞല്ലോ, അവൾ എൻ്റെ പെണ്ണാണ്. സാർ, ഇക്കാര്യത്തിൽ ഇടപെടുന്നത് നമ്മൾ 2 പേർക്കും ദോഷമുണ്ടാക്കും. എനിക്ക് എന്ത് ദോഷമുണ്ടായാലും ഞാൻ സഹിച്ചോളാം. ഇയാൾ സ്വന്തം ദോഷത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. എടി, പെട്ടെന്ന് ചെങ്കണ്ണൻ സുന്ദരിയെ വിളിച്ചു. നീ ഇപ്പോൾ ഒരിക്കലും എൻ്റേതാവില്ലേ?
ഇല്ല ഇല്ല ഇല്ല. സുന്ദരി വെറുപ്പിൽ മുഖം തിരിച്ചു. നോക്ക്, ചെങ്കണ്ണൻ പല്ലു ഞെരിച്ചു. കുറെ കഴിയുമ്പോൾ ഞാൻ വീണ്ടും വരും. അപ്പോൾ നീയും നിന്റെ അപ്പായും ഇവിടെ തനിച്ചായിരിക്കും. എക്കാലവും ഈ സാർ നിങ്ങൾക്ക് കാവലിരിക്കില്ല. ഞാൻ വരുമ്പോഴേക്കും നീ ബുദ്ധിപൂർവ്വം ഒരു തീരുമാനത്തിലെടുത്തിരിക്കണം. ഇല്ലെങ്കിൽ നിന്റെ മുന്നിൽ കിടന്ന് നിന്റെ അപ്പ പിടഞ്ഞു പിടഞ്ഞ് ചാകും. നിനക്ക് വേണ്ടി ജയിലിൽ കിടക്കാനും കൊലമരത്തിൽ തൂങ്ങാനും എനിക്ക് മടിയില്ല. ഞാൻ ചത്താലും എൻ്റെ മകൾ രക്ഷപ്പെടുമല്ലോ, എനിക്ക് അത് മതി, പുരന്തർ പറഞ്ഞു. ശരി എങ്കിൽ കണ്ണില്ലാത്ത പാട്ടുകാരനെ ഇനി ഈ തീരത്താരും കാണുകയില്ല. ചെങ്കണ്ണൻ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു. സാർ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുന്ദരി വീണ്ടും ദിലുവിൻ്റെ കാൽക്കൽ വീണു. ഞങ്ങളെ രക്ഷിക്കണം സാർ, എന്നെയും എൻ്റെ അപ്പായെയും രക്ഷിക്കണം സാർ. ശ്രാവണഗിരി ഹോട്ടലിൻ്റെ ഉടമസ്ഥനാവുമ്പോൾ സാർ വലിയ പണക്കാരനായിരിക്കുമല്ലോ. സാർ വിചാരിച്ചാൽ തീർച്ചയായും ഞങ്ങളെ രക്ഷിക്കാൻ കഴിയും. എന്നെ രക്ഷിച്ചില്ലെങ്കിലും എൻ്റെ മകളെ രക്ഷിച്ചാൽ മതി സാർ, പുരന്തർ അപേക്ഷിച്ചു. സാറിൻ്റെ വീട്ടിൽ ഒരു വേലക്കാരിയായിട്ടെങ്കിലും ഇവൾക്കൊരു ജോലി കൊടുത്താൽ മതി. എല്ലാ വീട്ടുജോലികളും എൻ്റെ മകൾക്കറിയാം. ചമ്മന്തിയും രസവുമെല്ലാം ഞാൻ നന്നായി ഉണ്ടാക്കും സാർ. പൂന്തോട്ടം ഉണ്ടാക്കാനും പൂജയ്ക്കുള്ള മാല കെട്ടാനും ഒക്കെ എനിക്ക് നല്ല വശമാണ്. കുങ്കുമവും കൺമഷിയും ഉണ്ടാക്കാനും എനിക്കറിയാം. സാറിൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടി ദയയ്ക്ക് യാചിക്കും പോലെ അവൾ ദിലുവിൻ്റെ പാദത്തിൽ മൃദുവായി തലോടി. ദിലുവിൻ്റെ ഹൃദയം എണ്ണയായി. അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നിനക്കും അപ്പായ്ക്ക് എൻ്റെ ഒപ്പം പോരാൻ കഴിയുമോ? ഞങ്ങൾ എവിടെയും പോരാ സാർ. ഈ നശിച്ച തീരത്ത് നിന്ന് ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. പലക്കുറി ഞങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ് സാർ, പുരന്തർ പറഞ്ഞു. പക്ഷേ ഓരോ തവണയും അവൻ കണ്ടുപിടിച്ചു. ഞങ്ങളെ ഇവിടെ തടഞ്ഞു വെച്ചു. തീരത്ത് ഉള്ളവർക്ക് മുഴുവൻ അവനെ പേടിയാണ് സാർ. പോലീസുകാരും വലിയ പണക്കാരുമെല്ലാം അവൻ്റെ കൂട്ടുകാരാണ്. അവൻ വിചാരിച്ചാൽ എന്ത് നടക്കും? അപ്പോൾ പിന്നെ കണ്ണു കാണാൻ വയ്യാത്ത ഒരു വൃദ്ധനെയും എട്ടുപൊട്ടും തിരിയാത്ത ഒരു പെൺകുട്ടിയെയും എന്തുമാകാമല്ലോ. എങ്കിലും എൻ്റെ മോൾ മാനം നശിപ്പിച്ചിട്ടില്ല. മാനം നഷ്ടപ്പെട്ടാൽ കടലിൽ ചാടി ചത്തോളാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവളുടെ പുറകെ അവളുടെ അപ്പായും ഉണ്ടായിരിക്കും. നിങ്ങൾക്കിനി ഒന്നും നഷ്ടപ്പെട്ടില്ലെന്ന് ഞാൻ വാക്കുതരാം. ദീപു പുരന്തറിൻ്റെ അരികിലെത്തി ആ കൈകൾ കവർന്നു. അപ്പോൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഞാനുണ്ട്. പുരന്തറിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നെ അപ്പ എന്ന് വിളിക്കുന്ന സാറിനെ എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ. എൻ്റെ മകൾ മാത്രമേ എന്നെ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. മറ്റുള്ളവർക്കെല്ലാം ഞാൻ പൊട്ടക്കണ്ണൻ പുരന്തറാണ്. അപ്പാ, ഈ സാറാണ് അന്ന് എന്നെ കടലിൽ നിന്ന് രക്ഷിച്ചത്. പാറയിൽ വെച്ച് ചെങ്കടൻ എന്നെ ഉപദ്രവിക്കാൻ വന്നപ്പോഴും ഈ സാറാണ് ഓടിയെത്തിയത്. സുന്ദരി ദിലുവിനെ അപ്പായ്ക്ക് പരിചയപ്പെടുത്തി. പാവങ്ങളോട് കരുണ കാണിക്കുന്ന സാറിനെ ഈശ്വരൻ രക്ഷിക്കട്ടെ. മറ്റെന്താണ് ഈ വൃദ്ധം പറയുക? പുരന്തറിൻ്റെ കൈത്തലങ്ങൾ ദിലുവിൻ്റെ ശിരസിലൂടെ പരതി നടന്നു. അപ്പ, എന്നെ സാറെന്ന് വിളിക്കരുത്. എൻ്റെ പേര് ദിലു എന്നാണ്. അങ്ങനെ വിളിച്ചാൽ മതിയാകും. പുരന്തർ പെട്ടെന്ന് അത്ഭുതം നടിച്ചു. ഹോട്ടൽ ശ്രാവണഗിരി ഈ തീരത്തെ ഏറ്റവും വലിയ ഹോട്ടലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഉടമസ്ഥനെ ഞാൻ പേര് ചൊല്ലി വിളിക്കാനോ? അതിനെന്താ? എൻ്റെ അച്ഛൻ്റെ അത്രയല്ലെങ്കിലും പ്രായമുള്ള ആൾ. അങ്ങയുടെ സ്വരസൗന്ദര്യത്തിന് മുന്നിൽ കൂപ്പ് കൈകളോടെ നിൽക്കുന്നവനാണ് ഞാൻ. അന്നൊരിക്കൽ സൂര്യക്ഷേത്രത്തിൻ്റെ നടയിരിക്കൽ വെച്ച് നിങ്ങൾ പാടിയ കീർത്തനം ഞാൻ കേട്ടു. ഗോവർദ്ധന ഗിരിധാര. തെരുവിലല്ലായിരുന്നെങ്കിൽ ഈ കാൽക്കൽ നമസ്കരിക്കാൻ എത്രയോ പേരുണ്ടാകുമായിരുന്നു. മകനെ, പുരന്തർ ദിലുവിനെ തന്നിലേക്ക് അണച്ച് ആ നെറുകയിൽ മെല്ലെ ചുംബിച്ചു. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പിച്ചക്കാശിന് പകരം ഒരു സ്തുതിവചനം എനിക്ക് വീണ് കിട്ടുന്നത്, പുരന്തർ ആനന്ദത്താൽ കിതച്ചു. തെരുവിലേക്ക് ഇറങ്ങും മുമ്പ് ഞാനും ഒരു നല്ല കുടുംബത്തിലെ അംഗമായിരുന്നു. കാഞ്ചീപുരത്തെ ഒരു പ്രശസ്ത ബ്രാഹ്മണ കുടുംബം. ഞാനന്ന് പുരന്തർ ശർമ്മയായിരുന്നു. ഡോക്ടർമാരും വക്കീലുമാരും മാത്രമുണ്ടായിരുന്ന തറവാട്ടിലെ ആദ്യത്തെ പാട്ടുകാരനായിരുന്നു ഞാൻ. ദരിദ്രനായ എൻ്റെ ഗുരുവിൻ്റെ പുത്രിയെയാണ് ഞാൻ വിവാഹം ചെയ്തത്. അതോടെ ഞാൻ വീടിന് വെളിയിലായി. അപ്പ പടിയടിച്ച് എൻ്റെ പിണ്ടം വെച്ചു. ദുർവിധിയുടെ തുടക്കമായിരുന്നത്. ഈ മകളെ എനിക്ക് സമ്മാനിച്ചിട്ട് എൻ്റെ ലക്ഷ്മിയും എന്നെ വിട്ടു പിരിഞ്ഞു. ടൈഫോയിഡ് വന്ന എൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടമായി. ഒടുവിൽ ഞാനും മകളും തെരുവിലായി. ഈ ഭൂമിയിൽ ഏതു സ്ഥലവും എനിക്ക് ഒരുപോലെയായി. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. അന്ധനായ ഒരപ്പന് അതിസുന്ദരിയായ ഒരു മകളുണ്ടായാലത്തെ അവസ്ഥ ആലോചിച്ച് നോക്ക്. സമാധാനം എന്തെന്നറിയാതെ ഞാനും എൻ്റെ മകളും. ഗദ്ഗതത്താൽ ബാക്കി പറയാനാവാതെ പുരന്തർ വിമ്മിട്ടം കൊണ്ടു. അപ്പയുടെ സങ്കടം സുന്ദരിയിലും ഏങ്ങലുകൾ സൃഷ്ടിച്ചു. അപ്പ പറയൂ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ദിലു ചോദിച്ചു. അങ്ങ് എന്ത് ആവശ്യപ്പെട്ടാലും ഞാൻ സാധിച്ചു തരും. അധികമൊന്നും വേണ്ട. എൻ്റെ മോൾക്ക് മോൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു ജോലി. മോൻ്റെ ഭാര്യയുടെ വസ്ത്രങ്ങൾ നനച്ചുകൊള്ളും, കുട്ടികളെ ശുശ്രൂഷിച്ചുകൊള്ളും. എത്ര നിർധനനായാലും സ്വഭാവശുദ്ധിയുള്ള ഒരു പയ്യനെ ലഭിച്ചാൽ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ അവളുടെ കല്യാണം. എൻ്റെ മോഹങ്ങൾ അവിടെ അവസാനിക്കുന്നു. രണ്ടാമത് പറഞ്ഞ മോഹം ഞാൻ സാധിപ്പിച്ചു തരാം. എന്നാൽ അതിമനോഹരമായ ശബ്ദത്തിൻ്റെ ഉടമസ്ഥയായ ഇവളെ എൻ്റെ വീട്ടിൽ വസ്ത്രങ്ങൾ നനയ്ക്കാനും കുട്ടികളെ ശുശ്രൂഷിക്കാനും നിർത്തി ആ ജന്മവാസിനിയുടെ കൂമ്പ് നുള്ളണമോ? എങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ. മോൻ്റെ കുട്ടികളെ സംഗീതം പഠിപ്പിക്കാൻ ഇവളെ നിയോഗിച്ചുകൂടെ? ആകാമായിരുന്നു. ദിലുവിൻ്റെ ചുണ്ടിൽ ചിരിയൂറി. പക്ഷേ എനിക്ക് ഇതുവരെയും കുട്ടികളായിട്ടില്ല. ഭാര്യ ഇതുവരെയും പ്രസവിച്ചിട്ടില്ല അല്ലേ? പ്രസവിക്കണമെങ്കിൽ ഒരു ഭാര്യ ഉണ്ടായിട്ട് വേണ്ടേ? പുരന്തർ വിസ്മയാധീനായി. സുന്ദരിയിൽ പൊടുന്നനെ ഒരു കോരിത്തരിപ്പുണ്ടായി. അവൾ ലജ്ജയോടെ മുഖം കുനിച്ചു.
എൻ്റെ ഉദ്ദേശം ഒരു മ്യൂസിക് ട്രൂപ്പ് ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ സുന്ദരിക്കും അപ്പായ്ക്കും അതിൽ പങ്കെടുക്കാമല്ലോ. സുന്ദരിയുടെ കണ്ണുകൾ ആനന്ദത്താൽ വിടർന്നു. ആകട്ടെ, മോൻ പാടുമോ? പുരന്ദർ ചോദിച്ചു. ഞാൻ പാടുന്നതെല്ലാം പാട്ടാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാനൊന്ന് ശ്രമിക്കാം. ദിരു ചമ്രം പടിഞ്ഞിരുന്നു. തുടയിൽ താളമിട്ടു. ഗോവർദ്ധന ഗിരിധാര, ഗോവിന്ദ ഗോകുലപാല പല്ലവിയെ പാടിയുള്ളൂ. പുരന്ദറും സുന്ദരിയും നിർവൃതിയിൽ അലിഞ്ഞുപോയി. സൂര്യദേവൻ എൻ്റെ പ്രാർത്ഥന കേട്ടുവെന്ന് തോന്നുന്നു. ഇടറിയ സ്വരത്തിൽ പുരന്ദർ മന്ത്രിച്ചു. അപ്പോൾ യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു കൊള്ളട്ടെ? ദിലു ആരാഞ്ഞു. നിറഞ്ഞ കണ്ണുകളോടെ മെല്ലെ ശിരസ് ചലിപ്പിക്കാനേ സുന്ദരിക്കും അപ്പായ്ക്കും കഴിഞ്ഞുള്ളൂ. ഒരാഴ്ചക്കുള്ളിൽ സുന്ദരിയെയും അപ്പായെയും കൊണ്ട് ശ്രാവണപുരി വിടാനുള്ള തീരുമാനത്തിലായിരുന്നു ദിലു. അച്ഛൻ്റെ അടുത്ത് എന്ത് കാരണം പറഞ്ഞാണ് ഇവിടെ നിന്നും രക്ഷപ്പെടുക? അതായിരുന്നു അവൻ്റെ പ്രശ്നം. ആലോചനയിൽ മുഴുകി വൈകുന്നേരം ഹോട്ടലിൻ്റെ ഏറ്റവും മുകൾ നിലയുടെ മട്ടുപ്പാവിൽ നിൽക്കുമ്പോഴാണ് പൊടുന്നനെ തീരത്തുകൂടി ആളുകൾ തിരക്കിട്ട് ഓടുന്നത് കണ്ടത്. ആളുകൾ മണലിൽ ഒരു വൃത്തം തീർത്തിരിക്കുകയാണ്. ഓടി എത്തുന്നവരെല്ലാം വൃത്തത്തിൻ്റെ ഭാഗമാവുന്നു. ദിലു ബൈനോക്കുലർ എടുത്ത് കണ്ണിൽ ചേർത്തു. പെട്ടെന്ന് ആളുകൾ തീർത്ത വൃത്തത്തിനുള്ളിൽ നിന്നും ഉയർത്തിപ്പിടിച്ച കടാരയുമായി ചെങ്കണ്ണ പുറത്തു വന്നു. അയാളുടെ കയ്യിലെ കടാരയിൽ നിന്നും ചോരത്തുള്ളികൾ ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു. ചെങ്കണ്ണൻ എന്ന പിശാചിൻ്റെ കയ്യിലെ കടാരത്തുമ്പിൽ നിന്നും ഒഴുകുന്ന ചോര സുന്ദരിയുടേതോ അവളുടെ അപ്പായുടേതോ? ദിലുവിന് മനസ്സിലായില്ല. സുന്ദരി! പാരപ്പറ്റിൽ നിന്ന് അവൻ അലറി വിളിച്ചു. പിന്നെ ലിഫ്റ്റിലേക്ക് ഓടി. 5ാം നിലയിൽ നിന്നും നിമിഷങ്ങൾ കൊണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. ദിലു ഹോട്ടലിൻ്റെ ഗേറ്റിലെത്തിയപ്പോഴേക്കും സുന്ദരി ഓടിക്കിതച്ച് അവൻ്റെ മുന്നിൽ വന്നു വീണു. എൻ്റെ അപ്പ, എൻ്റെ അപ്പ! അവൾ ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ദിലുവിന് തീർച്ചയായി. ചെങ്കണ്ണൻ്റെ കടാരത്തുമ്പിലെ ചോര പുരന്ദറിൻ്റേതാണ്. സുന്ദരി! ദിലു അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എൻ്റെ അപ്പ, എൻ്റെ അപ്പ! സുന്ദരിയുടെ കരച്ചിൽ കേവലം കിതപ്പായി മാറിയിരുന്നു. സുന്ദരി വരൂ, നമുക്ക് അപ്പായുടെ അടുത്തേക്ക് പോകാം. ദിലു തീരത്തേക്ക് ഓടി. പിന്നാലെ സുന്ദരിയും. അവളുടെ കാലുകൾ കുഴയുന്നുണ്ടായിരുന്നു. ശരീരം തളർന്നു പോകുന്നു. തീരത്തെ ആൾക്കൂട്ടത്തെ വകഞ്ഞു നീക്കിക്കൊണ്ട് ദിലു അകത്തു കടന്നു. ചോരയിൽ കുളിച്ച് മണലിൽ മലർന്നു കിടക്കുകയാണ് പുരന്ദർ. മണലിലും ചോരപ്പാടുകൾ. ദിലു കുനിഞ്ഞ് പുരന്ദറിൻ്റെ അരികിലിരുന്നു. വൃദ്ധൻ്റെ ശരീരം തീർത്തും നിശ്ചലമായി കഴിഞ്ഞിരുന്നു. അല്പം വികസിച്ച ആ നാസാദ്വാരങ്ങളോടെ വിരൽ ചേർത്ത് വെച്ച് ദിലു പരിശോധിച്ചു. ശ്വാസവും നിലച്ചിരിക്കുന്നു. ദിലു ചാടിയെഴുന്നേറ്റ് ചുറ്റും നോക്കി. എവിടെ അയാൾ? ആരാണ് സാർ? ചെങ്കണ്ണനാണോ? തീരത്തിൻ്റെ ഒരു സന്തതിക്കായിരുന്നു സംശയം. അതെ, എവിടെ അയാൾ? അവൻ കടന്നു കളഞ്ഞു സാർ. എങ്ങോട്ടാണ് കടന്നത്? തീരത്തിലൂടെ. അതാ ആ പാറക്കെട്ടുകൾ ചാടിക്കയറി അവൻ രക്ഷപ്പെട്ടു. നിങ്ങൾ അത് നോക്കി വെറുതെ നിന്നു അല്ലേ? അവൻ ഭയങ്കരനാണ് സാർ. പിടിച്ചു നിർത്താൻ നോക്കിയാൽ ഞങ്ങളും ഈ മണലിൽ കിടന്ന് പിടഞ്ഞ് ചാകേണ്ടി വരും. പോലീസിന് പോലും അവന് ഭയമാണ്. നിങ്ങൾ പറയുന്നത് വല്ല പീറ പോലീസിൻ്റെയും കാര്യമായിരിക്കും. അപ്പോഴേക്കും സുന്ദരി ദിലുവിൻ്റെ പിന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു. എൻ്റെ അപ്പാവെ ആശുപത്രിയിൽ കൊണ്ടുപോകണ്ടേ സാർ? തിരിഞ്ഞ് അവളെ സഹതാപത്തിൽ നോക്കി. അവളുടെ ചുമലിൽ മൃദുവായി തട്ടി. ഇനി അതിൻ്റെ ആവശ്യമില്ല കുട്ടി. ഉടൻ അയ്യോ എൻ്റെ അപ്പ എന്ന് അലറി കരഞ്ഞുകൊണ്ട് സുന്ദരി പുരന്ദറിൻ്റെ ദേഹത്തേക്ക് കുതിച്ചു. തീരത്തെ 2-3 സ്ത്രീകൾ ചേർന്ന് അവളെ താങ്ങി. ഇനി കരഞ്ഞിട്ട് എന്ത് ഫലം മോളെ? ഒരു വൃദ്ധ സുന്ദരിയെ ചുമലിൽ കിടത്തി സാന്ത്വനിപ്പിച്ചു. ആ ദുഷ്ടനോട് ദൈവം ചോദിച്ചോളൂ. ഇവളെ സൂക്ഷിച്ചോളൂ, ഞാൻ പോലീസിൽ വിവരം നൽകിയിട്ട് വരാം. സ്ത്രീകളുടെ കയ്യിൽ സുന്ദരിയെ ഏൽപ്പിച്ച് ദിലു തിരിഞ്ഞു നടന്നു. ലോക്കൽ പോലീസ് സ്റ്റേഷനുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ച മറുപടി നിരാശാജനകമായിരുന്നു. ഓ, ചെങ്കണ്ണനാണോ? ഇതവന് ആദ്യമൊന്നുമല്ല. അവനെ കണ്ടുപിടിക്കാൻ ആർക്കാ കഴിയുക എന്ന് പറഞ്ഞാൽ മതിയോ? നിങ്ങൾക്കവനെ പിടിച്ചു വച്ച ശേഷം അറിയിക്കാമായിരുന്നില്ലേ? നിങ്ങൾ പോലീസുകാർ അവനെ ഭയപ്പെടുമ്പോൾ പാവം സാധാരണ ജനം എങ്ങനെയാണ് അവനെ പിടിച്ചു വയ്ക്കുക? നിങ്ങൾ ആരാണ് മിസ്റ്റർ? ചോദ്യത്തോടൊപ്പം ഫോൺ ഡിസ്കണക്റ്റഡായി. പെട്ടെന്നാണ് ദിലുവിന് IG മഹേഷ് വർമ്മയെക്കുറിച്ച് ഓർമ്മയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലമാണ് ശ്രാവണപുരി. പോലീസിൻ്റെ പിന്തുണയുള്ളതുകൊണ്ടാണ് ചെങ്കണ്ണൻ ഇങ്ങനെയൊരു ഭയങ്കരനായി വിലസുന്നത്. ഇക്കുറി അവൻ രക്ഷപ്പെടരുത്. മഹേഷ് വർമ്മ അച്ഛൻ്റെ സുഹൃത്താണ്. ചെങ്കണ്ണൻ അച്ഛന് ഏറ്റവും വേണ്ടപ്പെട്ടവനും. എങ്കിലും ഔദ്യോഗിക കാര്യങ്ങളിൽ മഹേഷ് വർമ്മ തികച്ചും കണിശക്കാരനും നീതിമാനുമാണെന്ന് കേൾവി. പോരെങ്കിൽ തന്നെ ജാമാതാവാക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥിതിക്ക് അച്ഛന് നൽകുന്നതിലധികം പരിഗണന അദ്ദേഹം തനിക്ക് തരികയും ചെയ്യും. എന്നാൽ ആ സഹായം സ്വീകരിക്കുന്നതോടെ അദ്ദേഹത്തോടുള്ള ബന്ധം കൂടുതൽ ശക്തമായേക്കാം. അതോടെ അദ്ദേഹത്തിൻ്റെ മകളുമായുള്ള പ്രൊപ്പോസലിൽ നിന്നും ഒഴിഞ്ഞു പോരാനുള്ള പ്രയാസവും വർദ്ധിക്കും. നോ, അത്തരത്തിൽ ചിന്തിക്കുകയേ വേണ്ട. ഇത് അദ്ദേഹത്തിൻ്റെ ജോലിയാണ്. ഇക്കാര്യത്തിനു വേണ്ടി താൻ അദ്ദേഹത്തോട് കടപ്പാട് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. താൻ ബന്ധപ്പെടുന്നത് വന്ദനയുടെ അച്ഛനുമായല്ല, IG മഹേഷ് വർമ്മയുമായാണ്. സത്യത്തിൽ താൻ അദ്ദേഹത്തെയാണ് സഹായിക്കുന്നത്. അതിഭയങ്കരനായ ഒരു ക്രിമിനൽ രക്ഷപ്പെടാതിരിക്കാൻ, ഒരു അധോലോക കിരാതൻ അഴികൾക്കുള്ളിലാവാൻ. ലാൻഡ് ഫോൺ ഡയറക്ടറി തപ്പി ദിലു മഹേഷ് വർമ്മയുടെ നമ്പർ കണ്ടെടുത്തു. ഹലോ ഹലോ ഹു ഈസ് സ്പീക്കിംഗ്? ഞാൻ ദിലീപ് വർമ്മ, മോഹൻ വർമ്മയുടെ മകൻ. ഓ, ദിലുമോനോ? IG മഹേഷ് വർമ്മയുടെ സ്വരത്തിൽ വാത്സല്യത്തിൻ്റെ മധുരം കലർന്നു. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ശ്രാവണപുരിയിൽ നിന്നോ?
ഓ, ഞാൻ ഓർക്കുന്നു. ഹോട്ടൽ ശ്രാവണഗിരിയിലേക്ക് തന്നെ അയച്ചിരിക്കുന്ന കാര്യം മോഹൻ എന്നെ അറിയിച്ചിരുന്നു. ആകട്ടെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇവിടെ ഒരു കൊല നടന്നു. തീരത്ത് ചെങ്കണ്ണൻ എന്നൊരു സ്ഥിരം ക്രിമിനൽ പാട്ടുപാടി ഉപജീവനം കഴിക്കുന്ന ഒരു സാധുവൃദ്ധനെ കുത്തിക്കൊന്നു. പോലീസിൽ അറിയിച്ചില്ലേ? അറിയിച്ചു. പക്ഷേ ലോക്കൽ പോലീസിന് അതൊരു വിഷയമേ അല്ല. ചെങ്കണ്ണൻ ഒരു അധോലോക നേതാവാണ്. പോലീസിനെ കായികമായും സാമ്പത്തികമായും സഹായിക്കുന്നവൻ. പോരെങ്കിൽ പോലീസിന് അയാളെ ഭയവും. ഓഹോ, പിന്നെ ഈ വിവരം അച്ഛനറിയണ്ട. ശ്രാവണപുരിയിലെ അച്ഛൻ്റെ കിങ്കരന്മാരിൽ പ്രധാനിയാണ് ചെങ്കണ്ണൻ. സാരമില്ല, മോഹനെ എനിക്കറിയാം. മോഹൻ്റെ മകൻ എന്ന നിലയ്ക്കല്ല ഞാൻ ദിലുവിനെ എൻ്റെ മോൾക്ക് വേണ്ടി പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. നിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് കിട്ടിയ ഹാംസൺ റിപ്പോർട്ടാണ്. പിന്നെ നിൻ്റെ പാട്ടുകൾ. വന്ദനയുടെ കയ്യിൽ നിൻ്റെ കാസ്റ്റ് ഉണ്ടത്രേ. ദിലു വല്ലാതായി. അവൻ മറുപടി ഒന്നും പറയാതെ വെറുതെ കേട്ടു നിന്നു. എന്താ ദിലു ഒന്നും മിണ്ടാത്തത്? അല്ല, ഞാൻ ചെങ്കണ്ണനെ കുറിച്ച് ഓർക്കുകയായിരുന്നു. അവനെ ഓർത്ത് ബോധർ ചെയ്യണ്ട. ഉടൻ കസ്റ്റഡിയിൽ എടുത്തേക്കാം. കഴിയും വേഗം വേണം. കഴിയും വേഗം തന്നെ. പിന്നെ ഒരു കാര്യം, വെക്കേഷന് വന്ദന ഇവിടെ എത്തിയിട്ടുണ്ട്. നിനക്കൊരു 20 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വരുന്നതിൽ വിരോധമില്ലല്ലോ? ദിലു വീണ്ടും ധർമ്മസങ്കടത്തിലായി. ഒരു കാര്യം ചെയ്യൂ, ഇന്ന് ഡിന്നർ ഇവിടെ. മഹേഷ് വർമ്മ ഫോൺ വച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ പോകാതിരിക്കുന്നത് മഹേഷ് വർമ്മയെ അപമാനിക്കലായിരിക്കുമെന്ന് ദിലുവിന് തോന്നി. വന്ദനയെ കാണാനും ആഗ്രഹമില്ല. തുടരാൻ ആഗ്രഹമില്ലാത്ത ഒരു ബന്ധം എന്തിനെ പുതുക്കണം? ഇല്ല, തന്നെ സംബന്ധിച്ചിടത്തോളം വന്ദന ആരുമല്ല. തൻ്റെ അനുവാദമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കണക്ക് കൂട്ടിയാൽ അതിൽ തനിക്കെന്ത് ഉത്തരവാദിത്തം? ഒടുവിൽ പോകാൻ തന്നെ ദിലു തീരുമാനിച്ചു. മഹേഷ് വർമ്മ സ്ഥലത്തുണ്ടായിരുന്നില്ല. വന്ദനയുടെ അമ്മയാണ് ദിലുവിനെ സ്വീകരിച്ചത്. ഡിന്നർ ടേബിളിൽ വന്ന വന്ദന നിശബ്ദം ഇരുന്നതേയുള്ളൂ. ദിലു പാടണമെന്ന് വന്ദനയുടെ അമ്മ നിർബന്ധം പിടിച്ചു. ഒട്ടും താല്പര്യമില്ലാതെ ദിലുവിനെ അനുസരിക്കേണ്ടി വന്നു. ഡിന്നർ കഴിഞ്ഞതും ദിലു തിരിച്ചു പോരാനൊരുങ്ങി. അപ്പോഴാണ് വന്ദന ദിലുവിന് ഒരു പാരിതോഷികം നൽകിയത്. സ്വർണ്ണ നൂലുകൾ കൊണ്ട് അരികു തുന്നിയ ഒരു പട്ടുതൂവാല. ദിലുവിന് അത് സ്വീകരിക്കേണ്ടി വന്നു. അവൻ തിരികെ ശ്രാവണഗിരിയുടെ ഗേറ്റിലെത്തിയപ്പോൾ ഒരു പോലീസ് വാൻ പുറപ്പെടാൻ തയ്യാറായി കിടക്കുന്നുണ്ടായിരുന്നു. ദിലുവിൻ്റെ വണ്ടി വാനിൻ്റെ അരികിലെത്തിയതും വാനിൽ നിന്നും ഒരലർച്ച പുറത്തു ചാടി. വണ്ടി നിർത്തടാ. ദിലു വണ്ടി സ്ലോ ചെയ്ത് തിരിഞ്ഞു നോക്കി. വാനിനുള്ളിൽ പോലീസ് ബന്ദോബസ്തിൽ ചെങ്കണ്ണൻ. എന്നെങ്കിലും ഞാൻ തിരിച്ചു വരും. അയാളുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. ഒരിക്കലും എനിക്ക് കിട്ടിയില്ലെങ്കിലും മനസ്സുകൊണ്ട് സുന്ദരി ഇപ്പോഴും എൻ്റെ പെണ്ണാണ്. നിന്നെപ്പോലുള്ള പണക്കാരി പിള്ളേർക്ക് അവളെ കൊണ്ടുള്ള ആവശ്യം എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ ഒന്ന് പറഞ്ഞേക്കാം, ഞാൻ തിരിച്ചെത്തുമ്പോൾ വയറ്റിപ്പിഴപ്പിന് വേണ്ടി വ്യഭിചരിക്കുന്നവളായി ഇവളെ തെരുവേർത്ത് കാണരുത്. അവളുടെ എളിയിൽ തന്തയില്ലാത്ത കൊച്ചുങ്ങളും ഉണ്ടാകരുത്. അപ്പോഴേക്കും വാൻ പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. കാർ ഗാരേജിൽ കൊണ്ടുപോയി ഇട്ട ശേഷം ദിലു സ്യൂട്ടിലെത്തി. മനസ്സിനും ശരീരത്തിനും മൊത്തം ക്ഷീണം. വന്ദനയുടെ വീട്ടിലേക്കുള്ള യാത്രയാണ് കുഴപ്പമുണ്ടാക്കിയത്. അവൾ നൽകിയ തൂവാല ഒരു ഭാരമായി തീർന്നിരിക്കുന്നു. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും വെറുതെ ഒരു പെൺകുട്ടിക്ക് താൻ ആശ നൽകി. അത് പൂർത്തീകരിക്കാൻ തനിക്കാവുമോ? എന്തുകൊണ്ടാണ് വന്ദനയെ വേണ്ടതായത്? അവൾ നല്ല കുട്ടിയല്ലേ? ബുദ്ധിമതിയാണെങ്കിലും ആ നാട്യമൊന്നുമില്ല. തൻ്റെ സങ്കല്പത്തിലെ പെൺകുട്ടിക്ക് ഇണങ്ങും വിധം അടക്കവും ഒതുക്കവുമുള്ളവൾ. പിന്നെ എന്താണ് പ്രശ്നം? അവൾ പാടുകയില്ല എന്നതോ? എങ്കിലും അവൾ നല്ലൊരു സംഗീത ആസ്വാദകയാണെന്ന് ഇന്ന് തീർച്ചയായി. പാടുകയില്ലെങ്കിലും തൻ്റെ വധു പാട്ടിനെ സ്നേഹിക്കുന്നവളായിരുന്നാൽ പോരെ? എന്തോ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. വന്ദനയുടെ പ്രത്യേകതകൾക്ക് തൻ്റെ മനസ്സിനെ തളച്ചിടാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം. അപ്പോൾ സുന്ദരിയുടെ ദയനീയ മുഖം ദിലുവിൻ്റെ ഓർമ്മയിലെത്തി. തീർത്തും അനാഥമായി തീർന്നിരിക്കുന്നു ആ പെണ്ണ്. അവളോടുള്ള തൻ്റെ വികാരമെന്ത്? കേവലമായ സഹാനുഭൂതിയോ? അതോ അവളുടെ സ്വരഭംഗിയിലുള്ള ആകർഷണമോ? ഒരുപക്ഷെ അവളുടെ ഏറ്റവും വലിയ ധനം ആ അരുമ മുഖമാവാം. കൊഞ്ചുന്ന വർത്തമാനവും മറക്കാൻ വയ്യ. പൊടുന്നനെ ചെങ്കണ്ണൻ്റെ താക്കീത് ദിലുവിൻ്റെ കാതിലെത്തി. വയറ്റിപ്പിഴപ്പിന് വേണ്ടി വ്യഭിചരിക്കുന്നവളായി അവളെ തെരുവോരത്ത് കാണരുത്. അവളുടെ എളിയിൽ തന്തയില്ലാത്ത കൊച്ചുങ്ങളും ഉണ്ടാവരുത്. എന്താവാം ചെങ്കണ്ണൻ ഉദ്ദേശിച്ചത്? സുന്ദരിയെ ഉപേക്ഷിക്കരുതെന്നോ? ഇതുവരെ അവൾക്ക് വേണ്ടി യുദ്ധം ചെയ്തവനാണ് ചെങ്കണ്ണൻ. അവളെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് പാവം പുരന്തനെ കൊലപ്പെടുത്തിയത്. ചെങ്കണ്ണൻ്റെ വിചിത്രമായ മനസ്സോർത്ത് ദിലുവിന് അത്ഭുതമാണുണ്ടായത്. അയാളുടെ ഭ്രാന്തമായ സ്നേഹം ഓർത്തും. ദിലു വസ്ത്രങ്ങൾ മാറ്റിയ ശേഷം കുളിമുറിയിൽ കിടന്നു. സോപ്പ് കുമിളകളിൽ പൊതിഞ്ഞ് ബാത്റബിൽ കിടക്കുമ്പോൾ വീണ്ടും വന്ദന സമ്മാനിച്ച തൂവാല അവനെ അസ്വസ്ഥനാക്കി. അത് വാങ്ങിക്കേണ്ടിയിരുന്നില്ല. പുറപ്പെടാൻ നേരമാണ് ഭംഗിയുള്ള ഒരു കവറിലിട്ട് അവൾ അത് ഏൽപ്പിച്ചത്. കുളി കഴിഞ്ഞ് വന്ന ഉടൻ ദിലു കവർ തുറന്ന് തൂവാല വീണ്ടും വെളിയിലെടുത്തു. ഇത് വേണ്ട, തിരിച്ചു കൊടുക്കുന്നത് മര്യാദക്കേടായതുകൊണ്ട് നശിപ്പിച്ചേക്കാം. അരികുകളിൽ സ്വർണ്ണ നൂലുകൾ കൊണ്ട് നക്ഷത്ര പൂക്കൾ തുന്നിയ നനഞ്ഞ ആ തൂവാലയിൽ നോക്കി നിൽക്കെ പെട്ടെന്ന് ദിലുവിന് സംശയം. ഇത് തുണി തന്നെയോ അതോ പട്ടിൻ്റെ മാർദ്ദവമുള്ള പ്രത്യേകതരം കടലാസോ? ഉടൻ തൂവാല എടുത്ത് വാഷ് ബേസിനെ വിടർത്തിയിട്ട ശേഷം ദിലു ടാപ്പ് ഓൺ ചെയ്തു. നനന്തോടെ തൂവാലയുടെ നിറവും വിധവും മാറി. സ്വർണ്ണ നക്ഷത്രങ്ങളുടെ അതിരുകൾക്കകത്ത് ഇളം നീല ഇംഗ്ലീഷ് അക്ഷരങ്ങൾ തെളിഞ്ഞു. ഐ ലവ് യു. ദിലു തികച്ചും വിസ്മയാധീനായി. നനഞ്ഞ കടലാസ് തൂവാല ക്രമേണ
ഇറുന്നിറുന്ന് കഷ്ണങ്ങളായി വാഷ് ബേസിൻ്റെ ഓവിലൂടെ അപ്രത്യക്ഷമായി. ദിലുവിന് കുറ്റബോധമുണ്ടായി. താൻ അറിയാതെ വന്ദനയുടെ ഹൃദയത്തിൽ പ്രതീക്ഷയുടെ പൂക്കൾ വിടർത്തിയിരിക്കുന്നു. അത് ഒഴിവാക്കാമായിരുന്നു. ദിലു സാവധാനം കടലിലേക്ക് തുറക്കുന്ന ജാലകത്തിനരികിലെത്തി. ഏങ്ങലടിക്കും പോലെ മെല്ലെ കിതയ്ക്കുന്ന കടൽ. ദിലു സുന്ദരിയെയാണ് ഓർത്തത്. പുരന്തരൻ്റെ ജലത്തിനരികിൽ തീരത്തെ പെണ്ണുങ്ങൾക്കൊപ്പം അവളെ വിട്ടിട്ട് പോന്നതാണ്. അവൾക്ക് എന്ത് സംഭവിച്ചിരിക്കാം? അയൽക്കാരികൾ അവളെ സഹായിച്ചിരിക്കുമോ? അതോ കുടിലിൽ അവൾ തനിച്ചായിരിക്കുമോ? ചെങ്കണ്ണനെ പോലീസ് കൊണ്ടുപോയെങ്കിലും ഈ ഭൂമിയിൽ തനിച്ചായി പോയ ആ ചെറിയ പെൺകുട്ടിയുടെ നില ഒട്ടും സുരക്ഷിതമല്ല. ഇനി ഈ രാത്രിയിൽ അവളെ തിരക്കി പോകണമോ? അവൾ എവിടെയായിരിക്കും? അയൽപ്പക്കത്തെ വല്ല കുടിലുകളിലും അവൾക്ക് അഭയം ലഭിച്ചിരിക്കുമോ? തനിക്ക് എങ്ങനെ അവളെ രക്ഷിക്കാനാവും? ദിലുവിൻ്റെ ചിന്ത അത്രയും എത്തിയതേ ഉള്ളൂ. പൊടുന്നനവേ ഡോർ ബെൽ ശബ്ദിച്ചു. ഒട്ടും തിടക്കം കൂടാതെയാണ് ദിലു ചെന്ന് വാതിൽ തുറന്നത്. മുന്നിൽ ചുരുങ്ങിക്കൂടി നിൽക്കുന്ന സുന്ദരി. തണുത്തിട്ടെന്നോണം അവൾ വിറയ്ക്കുന്നു. നെഞ്ചോട് ചേർത്ത് ഒരു മാറാപ്പ് അമർത്തി പിടിച്ചിട്ടുണ്ട്. മുഖത്തിന് ചുറ്റുമായി പാറിക്കിടക്കുന്ന മുടി, കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ, ഒരു ഇളം പൈതലിൻ്റെ ദൈന്യഭാവം. ദിലുവിന് എവിടെയോ നൊമ്പരമുണ്ടായി. സുന്ദരി, നീ? ദിലു ചോദിച്ചു. ഈ രാത്രിയിൽ? അതോടെ അവൾ ആങ്ങലടിക്കാൻ തുടങ്ങി. പറയൂ, നീ എവിടെയായിരുന്നു ഇതുവരെ? പെട്ടെന്ന് അവൾ കരച്ചിൽ കടിച്ചമർത്തി അങ്ങേയറ്റം വ്യസനഭാവത്തിൽ ദിലുവിനെ നോക്കി. 3 പ്രാവശ്യം ഞാനിവിടെ വന്ന് തിരക്കി. അപ്പോഴെല്ലാം സാർ പുറത്ത് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അവളുടെ സ്വര ഇടറി. എന്തിനായിരുന്നു തിരക്കിയത്? അവൾ വീണ്ടും ദിലുവിനെ നോക്കി. ഇക്കുറി അതിൽ പരിഭവമാണ് നിറഞ്ഞിരുന്നത്. തുടർന്ന് അവൾ വിങ്ങിപ്പൊട്ടി കരഞ്ഞു. എനിക്ക് ആരുമില്ല. അയൽക്കാരികളാരും നിന്നെ അവരുടെ വീട്ടുകളിലേക്ക് വിളിച്ചില്ലേ? എല്ലാവർക്കും ചെങ്കണ്ണനെ പേടിയാണ്. അയാൾ തിരിച്ചു വരുമത്രേ. അയാളെ ജാമ്യത്തിലിറക്കാൻ ആളുണ്ടത്രേ. അല്ലെങ്കിൽ അയാൾ ജയിൽ ചാടുമെന്ന്. തിരിച്ചു വരുമ്പോൾ എന്നെ സഹായിച്ചതിൻ്റെ പേരിൽ അയാൾ അവരെ ഉപദ്രവിക്കുമെന്നാ പേടി. ചിലർ പറയുന്നു ചെറിയ പെൺകുട്ടികളെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നത് അപകടമാണെന്ന്. അപ്പോൾ പോയതോടെ എനിക്ക് ആളില്ലാണ്ടായി. അവൾ ഉച്ചത്തിൽ ആങ്ങലടിച്ചു. ദിലു ആലോചനയിലായിരുന്നു. അവനിൽ നിന്നും മറുപടിയൊന്നും ഉണ്ടാകാതിരുന്നപ്പോൾ സുന്ദരി അവകാശത്തിൽ എന്നോണം ആ കൈയിൽ കടന്നു പിടിച്ചു. അന്ന് സാർ പറഞ്ഞായിരുന്നില്ലേ എന്നെ ഈ തീരത്തു നിന്ന് കൊണ്ടുപോകാമെന്ന്? ചെങ്കണ്ണൻ്റെ കയ്യിൽ നിന്നും നിന്നെ രക്ഷപ്പെടുത്താമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴിവിടെ ചെങ്കണ്ണൻ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അയാൾ വരും. ജയിലിൽ ചാടിയെങ്കിലും അയാൾ വരും. ആകട്ടെ, നീ എൻ്റെ ഒപ്പം എവിടെ പോരാനും തയ്യാറാണോ? അതെ അതെ കണ്ണീർ തുറച്ച് അവൾ ഉത്സാഹവതിയായി. സാറിൻ്റെ വീട്ടിലെ ജോലികളെല്ലാം ഞാൻ ചെയ്തോളാം. എനിക്ക് ശമ്പളം ഒന്നും തരണ്ട. സാറിൻ്റെ ഒപ്പം എവിടെ വരാനും എനിക്കിഷ്ടമാണ്. സാർ എടുത്തിട്ടുണ്ടെങ്കിൽ ചെങ്കണ്ണനെ പേടിക്കുകയേ വേണ്ട. ദിലുവിന് കൗതുകമായി. ശരി, ആദ്യം നീ അകത്തേക്ക് വരൂ. അവൾക്ക് കടന്നു വരാനായി ദിലു വാതിൽക്കൽ നിന്നും ഒഴിഞ്ഞു. സുന്ദരി പതുക്കെ അകത്തു വന്നു. അത്ഭുതത്തിൽ ചുറ്റും കണ്ണോടിച്ചു. സ്യൂട്ടിനുള്ളിലെ അത്യാധുനിക സംവിധാനങ്ങളും അലങ്കാരങ്ങളും അവളിൽ അമ്പരപ്പുണ്ടാക്കി. ഇതിനകത്ത് പുറത്തേക്കാൾ തണുപ്പ്. കുളിർന്ന് വിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ദിലു വാതിൽ ചാരിയ ശേഷം AC ഓഫ് ചെയ്തു. നിനക്ക് ഈ രാത്രിയിൽ കഴിച്ചുകൂട്ടാൻ പേടിയുണ്ടോ? സുന്ദരി ഒന്നും മനസ്സിലാകാത്തതുപോലെ ദിലുവിനെ നോക്കി. ഞാനൊരു പുരുഷൻ. എവിടെ നിന്നോ വന്നവൻ. ഏതോ തരക്കാരൻ. നീ സുന്ദരിയായൊരു ചെറിയ പെൺകുട്ടി. നിനക്ക് എന്നെ പേടിയില്ലേ? ദിലുവിനെ തന്നെ നിർനിമേഷം നോക്കി നിന്ന അവൾ പെട്ടെന്ന് ഇല്ല എന്നർത്ഥത്തിൽ മുഖമിളക്കി. ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്താലോ? അവളോട് അടുത്തുകൊണ്ട് ദിലു ചോദിച്ചു. പൊടുന്നനെ സുന്ദരിയുടെ കണ്ണുകളിൽ ഭയം തിങ്ങിക്കൂടി. ചുണ്ടുകൾ വിതുമ്പിക്കോടി. ദിലുവിൻ്റെ നേർക്ക് അവൾ കൈകൾ കൂപ്പി. എന്നെ ഒന്നും ചെയ്യല്ലേ സാർ. ആ അപേക്ഷ ദിലുവിൻ്റെ കണ്ണുകളെ ഏറിനാക്കി. അപ്പോൾ അവൻ്റെ ഹൃദയം മിടിച്ചത് സുന്ദരി എന്ന അനാഥ പെൺകുട്ടിക്ക് വേണ്ടിയായിരുന്നു. ഒരു നിമിഷം കഴിഞ്ഞ് അവൻ ചോദിച്ചു. നിനക്ക് വിശക്കുന്നില്ലേ? അവൾ മറുപടി പറയാതെ മുഖം കുനിച്ചു. വളരെ പതുക്കെ ഒന്ന് തേങ്ങിയോ എന്നും സംശയം. ദിലു മീൽ സേഫ് തുറന്ന് ഭക്ഷണപാത്രങ്ങളെടുത്ത് തീന്മേശയിൽ വെച്ചു. ബ്രെഡും ചപ്പാത്തിയും എന്തൊക്കെയോ കറികളുമുണ്ട്. കുടിക്കാൻ ചൂടുപാലും. ആവശ്യം പോലെ എടുക്കാം. വേണ്ട സാർ. മുഖം ഉയർത്താതെയാണ് അവൾ പറഞ്ഞത്. അപ്പ മരിച്ചതിൻ്റെ സങ്കടം കൊണ്ടാണെങ്കിൽ എത്ര ദിവസം നിനക്കിങ്ങനെ പട്ടിണിയിരിക്കാനാവും? എനിക്കൊന്നും വേണ്ട സാർ, കഴിച്ചോളൂ. വേണ്ട, നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. നിന്റെ പപ്പായ്ക്ക് വേണ്ടി ഞാനും ഒരത്താഴം മുടക്കുകയാണ്. പിന്നെ അത്താഴം വേണ്ടെന്ന് വെച്ച സ്ഥിതിക്ക് ഇനി അടുത്ത പരിപാടി ഉറക്കമാണ്. ദിലു ചെന്ന് സൈഡ് റൂമിൻ്റെ വാതിൽ തുറന്നു. സുന്ദരി പേടിക്കണ്ട, ഇതിനുള്ളിൽ തന്നെ ഒരു മുറി കൂടിയുണ്ട്. അതിഥികൾക്ക് വേണ്ടിയുള്ളതാണ്. ഇതിനുള്ളിൽ എൻ്റെ മാന്യാതിഥിയായി സുന്ദരിക്കുറങ്ങാം. അകത്തു നിന്നും ബോൾട്ടിട്ടാൽ പിന്നെ എന്നെ ഭയക്കേണ്ട ആവശ്യമേ ഇല്ല. സുന്ദരി പിന്നെ അനങ്ങാതെ പ്രധാന മുറിയുടെ ഒരു മൂലയിൽ തന്നെ നിന്നതേയുള്ളൂ. ചെല്ല്, പോയി കിടന്നോളൂ, ദിലു നിർബന്ധിച്ചു. ഞാൻ സുന്ദരി ദിലുവിൻ്റെ കട്ടിലിനടിയിലേക്ക് വിരൽ ചൂണ്ടി. ഞാൻ അവിടെ കിടന്നോളാം. ദിലു പൊട്ടിച്ചിരിച്ചുപോയി. ഉടൻ സുന്ദരി വിശദീകരിച്ചു. ഞാൻ എന്നും അപ്പാവയുടെ കട്ടിലിനടിയിൽ കിടന്ന ഉറങ്ങുന്നത്. തനിച്ച് ഒരു മുറിയിൽ കിടക്കാൻ എനിക്ക് പേടിയാ. അതൊരു വൃത്തികെട്ട സൂക്കേടാണല്ലോ. മാറ്റിയെടുക്കേണ്ട സൂക്കേട്. ഞാൻ ഒച്ചയൊന്നും ഉണ്ടാക്കില്ലെന്നേ. ഉറക്കത്തിൽ അനങ്ങുക പോലുമില്ല.
എന്നാൽ എൻ്റെ സ്ഥിതി മറിച്ച. ഉറക്കത്തിൽ ഞാൻ ചിലപ്പോൾ ഉച്ചത്തിൽ അലറിയെന്ന് വരും. അത് കേട്ട് സുന്ദരി ചിലപ്പോൾ പേടിച്ച് ചത്തുപോയെന്ന് വരും. ഇല്ലെന്നേ, ഉവന്നേ. ദിലു അവളെ പിടിച്ചുകൊണ്ടുപോയി സൈഡ് റൂമിലാക്കി. പേടി സ്വപ്നമൊന്നും കാണാതിരിക്കാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നോളൂ, നമുക്കിനി രാവിലെ കാണാം. പറഞ്ഞതും ദിലു സൈഡ് റൂമിൻ്റെ വാതിൽ വലിച്ചടച്ചു. വളരെ വൈകിയാണ് ദിലുവിന് ഉറങ്ങാൻ കഴിഞ്ഞത്. ഉറക്കത്തിലേക്ക് തളർന്നു വീഴുമ്പോഴും അവൻ്റെ ചിന്തയിൽ സുന്ദരിയായിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ ഉണർന്നു. സൂര്യക്ഷേത്രം നിലാവട്ടത്തിൽ മയങ്ങിക്കിടക്കുന്നു. കടലും നിദ്രയിലാണ്. പെട്ടെന്നാണ് ദിലു കണ്ടത്, സൈഡ് റൂമിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നു. ചെന്ന് നോക്കുമ്പോൾ അകത്ത് സുന്ദരിയില്ല. അവൾക്കായി വിരിച്ച പട്ടുകിടക്കയിൽ ഒരു ചുളിവ് പോലും വീണിട്ടില്ല. കഥ തുടരും.